സ്പെക്ട്രൽ ടൈം എഴുതുമ്പോൾ രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. ഒന്ന്, ഈക്വലന്റ് ഇലക്ട്രോൺ സിസ്റ്റം ആണോ അതോ നോട്ട് ഈക്വലന്റ് ഇലക്ട്രോൺ സിസ്റ്റം ആണോ എന്ന് നമ്മൾ ചെക്ക് ചെയ്യണം. ദെൻ കറസ്പോണ്ടിങ് എഴുതണം. നമുക്കൊരു സ്പെക്ട്രൽ ടൈം എഴുതുന്ന പ്രോബ്ലം ചെയ്തിട്ട് ബാക്കിയുള്ളതിലേക്ക് പോവാം. സ്പെക്ട്രൽ time is represented by 2s plus 1 Lj. Then D2 configuration ആണ്. D2 configuration എന്ന് പറഞ്ഞാൽ ഈക്വലന്റ് ഇലക്ട്രോൺ രണ്ടും ഒരേ പിയിലാണ് വന്നേക്കുന്നത്. equivalent electron ഈക്വലന്റ് ഇലക്ട്രോൺ ആയിരുന്നെങ്കിൽ നമ്മൾ എന്തായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്? നമ്മൾ ആ ഫിഗർ വരച്ചിട്ട് ഓഡ് വിത്ത് ഓടും ഈവൻ വിത്ത് ഈവനും, ഓഡ് വിത്ത് ഓടും ഈവൻ വിത്ത് ഈവനും, ബാക്കിയുള്ളത് നമുക്ക് എടുക്കേണ്ട ആവശ്യമില്ല. Then D2 configuration, ഇവിടെ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് എന്ന് പറയുന്നത് 2 ആണ്. ഈവൻ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് വരുമെങ്കിൽ സ്പിൻ എന്തായിരിക്കും? 0 up to n/2 which is equal to 0 ഇവിടെ 1. Then L1 എന്ന് പറയുന്നത് D യുടെ എത്രയാ? PD 2 ആണ്. L2 എന്ന് പറയുന്നത് 2 ആണ്. Then L equal to mod L1 plus L2 to mod L1 minus L2. Mod L1 plus L2 to mod L1 minus L2. Then അപ്പോൾ എന്ത് കിട്ടും? 4 3 2 1 0. ക്യാപിറ്റൽ L എന്നുള്ളത് 4 3 2 1 0 എന്ന് കിട്ടും. ദെൻ നമ്മൾ ഫിഗർ വരയ്ക്കുകയാണ്. ഇപ്പൊ ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചോ. നമ്മള് സ്പെക്ട്രൽ ടൈം എഴുതാനാണ് പറയുന്നത്. കഴിഞ്ഞ ദിവസം പഠിപ്പിച്ച അത് തന്നെ. സ്പെക്ട്രൽ ടൈം എഴുതുമ്പോൾ നമ്മൾ രണ്ട് കാര്യം ശ്രദ്ധിക്കണം. ഈക്വലന്റ് ഇലക്ട്രോൺ കോൺഫിഗറേഷൻ ആണോ നോൺ ഈക്വലന്റ് ഇലക്ട്രോൺ കോൺഫിഗറേഷൻ ആണോ എന്ന് ചെക്ക് ചെയ്യണം. ഇവിടെ രണ്ട് ഇലക്ട്രോണും ഒരേ എല്ലിലാണ് വന്നേക്കുന്നത്. then it is equivalent electron configuration. ഈക്വലന്റ് ഇലക്ട്രോൺ കോൺഫിഗറേഷൻ എടുക്കുമ്പോൾ രണ്ട് പോയിന്റ് ഓർത്തിരിക്കണം. ഓഡ് വിത്ത് ഓടും ഈവൻ വിത്ത് ഈവനും. then നമുക്ക് ഫിഗർ വരയ്ക്കാം. റോയിൽ നമ്മൾ L ആണ് എഴുതുന്നത്, കോളത്തിൽ നമ്മൾ S ആണ് എഴുതുന്നത്. ഇവിടെ L varies from 0 1 2 3 4. S varies from 0 1. ഇതിന്റെ അടിയിൽ നമ്മൾ മൾട്ടിപ്ലിസിറ്റി എഴുതി വയ്ക്കും. 2s plus 1. 2s plus 1 equal to 1. സിംഗ്ലറ്റ് ആണ്. സിംഗ്ലറ്റ് 2s plus 1 equal to 3. That is triplet. Configuration D2. Okay. ഇവിടെ എന്താ വരിക? ജെയുടെ വാല്യൂ ആണ്. ജെയുടെ വാല്യൂ നമ്മൾ എങ്ങനെയാണ് കണ്ടെത്തുക? മോഡ് L plus S to മോഡ് L minus S. ഫസ്റ്റ് കേസ്
L 0, S 0. Mod L plus S 0, mod L minus S 0. ഇവിടെ ആകെ പറഞ്ഞേ വരുള്ളൂ. സെക്കൻഡ് കേസ് 0 plus 1 to 0 plus 0 minus 1. ഇവിടെ ഒന്നേ വരുള്ളൂ. ഇത് സിംഗ്ലറ്റ് ആണ്. ഇവിടെ ഓരോന്ന് വെച്ചേ വരുള്ളൂ. അടുത്ത ട്രിപ്ലറ്റ് മോഡ് J equal to mod L plus S to mod L minus S. Mod L plus S 1 plus 0 1 കിട്ടും. Mod L minus S സോറി ഇത് ഈക്വലന്റ് ഇലക്ട്രോൺ കോൺഫിഗറേഷൻ ആണ്. ഓഡ് വിത്ത് ഓഡ്, ഈവൻ വിത്ത് ഈവൻ. ഓക്കെ, ഓഡ് വിത്ത് ഓടും ഈവൻ വിത്ത് ഈവനും. ഇവിടെ ഇത് ഈവൻ ആണ്. ഈവൻ വിത്ത് ഈവനെ നിൽക്കുള്ളൂ, ഈവൻ വിത്ത് ഓഡ് ഉണ്ടാവില്ല. അടുത്തത് ഓഡ് വിത്ത് ഓഡ് ആയിരിക്കും. ഓഡ് വിത്ത് ഇതുണ്ടാവില്ല, ഇതുണ്ടാവില്ല, ഇതുണ്ടാവില്ല. ഓഡ് വിത്ത് ഓഡ്. ഇത് ഈക്വലന്റ് ഇലക്ട്രോൺ കോൺഫിഗറേഷൻ ആണ്. അപ്പം ഓഡ് വിത്ത് ഓഡ്. എസിന്റെ ഈവൻ വിത്ത് ഈവൻ. എസിന്റെ ഈവൻ വാല്യൂവും എല്ലിന്റെ ഈവൻ വാല്യൂവും തമ്മിലെ കപ്പിൾ ചെയ്യുള്ളൂ. ഈവൻ 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 ഈവൻ. ഓഡ് വിത്ത് ഓഡ് എന്ന് പറഞ്ഞാൽ എസിന്റെ ഓഡ് വാല്യൂവും എല്ലിന്റെ ഓഡ് വാല്യൂവും തമ്മിലെ കപ്പിൾ ചെയ്യുള്ളൂ. ഇവിടെ എന്ത് വരും? mod L plus S to mod L minus S. 1 plus 1 2 2 1 minus 1 0 2 1 0 എന്ന് കിട്ടും. ഇവിടെ എന്ത് കിട്ടും? 3 plus 1 4 2 3 minus 1 2 4 3 2. ഇത്രേ ഉള്ളൂ. ഇനി കറസ്പോണ്ടിങ് സ്പെക്ട്രൽ ടൈം നമുക്ക് എഴുതാം. സ്പെക്ട്രൽ ടൈം എന്ന് പറഞ്ഞാൽ 2s plus 1 LJ. ഫസ്റ്റ് റോയുടെ ഞാൻ 2s plus 1 എല്ലാം 1 ആണ്. 1. ഇവിടെ L എന്ന് പറയുന്നത് 0 ആണ്. L 0 എന്ന് പറഞ്ഞാൽ S. കറസ്പോണ്ടിങ് J 0 ആണ്. 1s 0. ഇവിടെ 1 L എന്ന് പറഞ്ഞാൽ 2 ആണ്. അതായത് PT D വരും. J എന്ന് പറഞ്ഞാൽ 2. സിംഗ്ലറ്റ് ആണ്. 4 എന്ന് പറഞ്ഞാൽ G വരും. S P D F G വരും. ഇവിടെ J വാല്യൂ 4. ഓക്കെ, ഇവിടെ ട്രിപ്ലറ്റ് ആണ്. P എന്ന് പറഞ്ഞാൽ 1, അതായത് S P അല്ല L എന്ന് പറഞ്ഞാൽ 1, അതായത് P വരും 2 1 0. ഇവിടെയോ F വരും 3F 4 3 2. ഇങ്ങനെ തന്നെ എഴുതണമെന്നില്ല. നിങ്ങൾക്ക് 3F4, 3F3, 3F2 എന്ന് സെപ്പറേറ്റ് ചെയ്ത് എഴുതാം. ഇതാണ് ഇക്വലന്റ് ഇലക്ട്രോൺ കോൺഫിഗറേഷന്. നോൺ ഇക്വലന്റ് പോലെ തന്നെ ആകെ വ്യത്യാസം ഇതാണ്, ഓഡ് വിത്ത് ഓഡ്, ഈവൻ വിത്ത് ഈവൻ. അടുത്ത നിങ്ങൾ ചെയ്യണം F1D1 കോൺഫിഗറേഷൻ. ഇവിടെ ഇലക്ട്രോൺ പോയേക്കുന്നത് 2 ഷെല്ലിലാണ്. ഇത് നോൺ ഇക്വലന്റ് ഇലക്ട്രോൺ കോൺഫിഗറേഷൻ ആണ്. നോൺ ഇക്വലന്റ് ഇലക്ട്രോൺ കോൺഫിഗറേഷൻ. ഇത് ചെയ്തോ. എങ്ങനെയാ ചെയ്യുക? ഇവിടെ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് എന്ന് പറയുന്നത് 2 ആണ്. ഈവൻ ഇലക്ട്രോൺ ആണെങ്കിൽ നമ്മുടെ S എന്ന് പറയുന്നത് 0 to n/2 ആയിരിക്കും. ദാറ്റ് ഈസ് 0 1/2.
number of electrons. Then L1 എന്ന് പറയുന്നത് F എത്രയാ 3 ആണ്. L2 എന്ന് പറയുന്നത് D ആണ്, അതായത് 2. Then L equal to mod 3 plus 2 to mod 3 minus 2. That is mod 3 plus 2 5 to mod 3 minus 2 1. 5 4 3 2 1. ഇതാണ് L values. ഇനി നമുക്ക് കോളം വരയ്ക്കാം, നമ്മുടെ ഫിഗർ വരയ്ക്കാം. ഫിഗറിൽ നമ്മൾ റോ എലമെന്റ് ആയിട്ട് എടുക്കുന്നത് L ആണ്. റോ എലമെന്റ് ആയിട്ട് എടുക്കുന്നത് L ആണ്. കോളായിട്ട് എടുക്കുന്നത് S ആണ്. S ഇവിടെ ഏതാ 0 1. L ഇവിടെ ഏതാ 1 2 3 4 5. 1 2 3 4 5. ഇവിടെ 2s plus 1 മൾട്ടിപ്ലിസിറ്റി എഴുതി വെക്കാം 1. ഇവിടെ 2s plus 1 മൾട്ടിപ്ലിസിറ്റി ഈക്വൽ ടു 3. ഫസ്റ്റ് ഇവിടെ എന്താ, ഇവിടെ നമ്മൾ എഴുതുന്നത് J വാല്യൂസ് ആണ്. J ഈക്വൽ ടു മോഡ് L പ്ലസ് S ടു മോഡ് L മൈനസ് S. J ഈക്വൽ ടു മോഡ് L പ്ലസ് S ടു മോഡ് L മൈനസ് S. ഇവിടെ എന്ത് വരും 0 plus 1 to 0 minus 1. ആ ഒരു വാല്യൂ വരുള്ളൂ. 1 2 3 4. ഇത് FD കോൺഫിഗറേഷൻ ആണ്. ഈക്വലന്റ് ഇലക്ട്രോൺ ആണ്. നമുക്ക് നോൺ ഈക്വലന്റ് ഇലക്ട്രോൺ ആണ്. നമുക്ക് ആ ഓഡ് വിത്ത് ഓഡ് ഈവൻ വിത്ത് ഈവൻ ഇവിടെ എടുക്കേണ്ട ആവശ്യമില്ല. ഓഡ് വിത്ത് ഓടും ഈവൻ വിത്ത് ഈവൻ എടുക്കുന്നത് ഈക്വലന്റ് ഇലക്ട്രോൺ കോൺഫിഗറേഷനിൽ മാത്രമാണ്. ഇവിടെ കിട്ടും 1 plus 1 2 to 0 2 1 0 3 2 1 4 3 2 5 4 3 6 5 4. S P D F G. Then the G 2s plus 1 3G 4 5 6 3F 5 4 3 3D 4 3 2 3P 3 2 1 3 35 5 4 3 6 5 4. L equal to 1 എന്ന് പറഞ്ഞാൽ P ആ. P D F G H കറസ്പോണ്ടിങ് L ന്റെ വാല്യൂ L equal to 1 P, L equal to 0 ആണ് S. Then 2103 triplet P 210 triplet D 321 triplet F 432 triplet G 543 triplet H 654. ഇത് സിംഗിളറ്റ് P1 singlet D2 singlet F3 singlet G4 singlet H5. ഇങ്ങനെയാണ് സ്പെക്ട്രൽ ടൈപ്സ് എഴുതുന്നത്. കഴിഞ്ഞ ദിവസം ഇത് പറഞ്ഞതാണ്. ഓക്കെ, ഇതിന്റെ ആപ്ലിക്കേഷൻ ചോദ്യം ചോദിക്കുക. ഫൈൻഡ് ദ പ്രീവിയസ് പേജ്. ഇനി ആർക്കെങ്കിലും വേണോ? വേണമെങ്കിൽ ഇത് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചോ. F1D1 കോൺഫിഗറേഷൻ ആണ്. F1D എന്ന് പറഞ്ഞാൽ ഇലക്ട്രോൺസ് രണ്ട് ഷെല്ലിലാണ് പോയേക്കുന്നത്. നോൺ ഇക്വാലന്റ് ഇലക്ട്രോൺ കോൺഫിഗറേഷൻ. നമ്മൾ സ്പിന്ന് കണ്ടെത്തും. ഇവിടെ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് 2 ആയതുകൊണ്ട് സ്പിന്ന് S equal to 0 to n/2. ഇഫ് നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഓഡ് ആയിരുന്നെങ്കിൽ
നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഈവൻ ആയതുകൊണ്ട് എസ് വേരീസ് ഫ്രം 0 to n/2. നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഓഡ് ആയിരുന്നെങ്കിൽ എസ് വേരീസ് ഫ്രം 1/2 to n/2. Then ഫസ്റ്റ് ഷെല്ലിന്റെ L1, സെക്കൻഡ് ഷെല്ലിന്റെ L2, സെക്കൻഡ് ഷെല്ലിന്റെ ഓർബിറ്റൽ. Then കപ്ലിംഗ് L1 LL കപ്ലിംഗിൽ L equal to mod L1 plus L2 to mod L1 minus L2. L varies from mod L1 plus L2 to mod L1 minus L2. അങ്ങനെയാണ് നമുക്ക് 5 to 1 കിട്ടിയത്. 5 4 3 2 1. Then നമ്മുടെ ഇതിലേക്ക് ഇക്വേറ്റ് ചെയ്തു. ഏത് അത് നമ്പർ ഓഫ് സ്പിന്നെ ഒരൊറ്റ ഇലക്ട്രോൺ ആണെങ്കിൽ സ്പിന്ന് 1/2 ആയിരിക്കും. 2 ഇലക്ട്രോൺ ആണെങ്കിൽ രണ്ടും അപ്പ് വരും, അല്ലെങ്കിൽ ഒന്ന് അപ്പും ഒന്ന് ഡൗൺ വരും. ദെൻ 1ഉം 0ഉം ആയിരിക്കും. 3 ഇലക്ട്രോൺ ആണെങ്കിൽ ദെൻ നമുക്കതൊരു എളുപ്പത്തിൽ പറയാം. ഇഫ് നമ്പർ ഓഫ് ഇലക്ട്രോൺ എന്ന് പറയുന്നത് ഓഡ് ആണെങ്കിൽ സ്പിൻ വേരീസ് ഫ്രം 1/2 to n/2. ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ നമ്പർ ഓഫ് ഇലക്ട്രോൺ എന്ന് പറയുന്നത് 3 ആണെങ്കിൽ സ്പിൻ വേരീസ് ഫ്രം 1/2 to 3/2. ഇഫ് നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഈവൻ ആണെങ്കിൽ സ്പിൻ വേരിയസ് ഫ്രം 0 to n/2. നമുക്കിവിടെ 2 ഇലക്ട്രോൺ സിസ്റ്റം ആണ്. നമ്പർ ഓഫ് ഇലക്ട്രോൺസ് 2 ആണ്. ദെൻ സ്പിൻ വേരീസ് ഫ്രം 0 to 2/2. ദാറ്റ് ഈസ് 0 1. അങ്ങനെ അതാണ് അവിടെ ഉദ്ദേശിച്ചത്. ഓക്കെ, അപ്പൊ നമുക്ക് സ്പെക്ട്രൽ ടൈം കണ്ടുപിടിക്കാനുള്ളത് മനസ്സിലായല്ലോ. എസ് എഴുതുക, എസ് കണ്ടെത്തുക, കറസ്പോണ്ടിങ് പി കണ്ടെത്തുക. പിന്നെ ജെ വേരീസ് ഫ്രം L plus S to L minus S. ഇനി ഇത് ആർക്കെങ്കിലും ഈ സ്പെക്ട്രൽ ടൈം അറിയാൻ പാടില്ലാത്തതുണ്ടെങ്കിൽ ഞാൻ അത് കഴിഞ്ഞ ക്ലാസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, ഒന്ന് കേൾക്കണം. ഇതിൽ നിന്ന് എന്തെങ്കിലും ചോദിക്കുക സ്പെക്ട്രൽ ടൈം എഴുതാനായിരിക്കും. സ്പെക്ട്രൽ ടൈമായിട്ട് ബന്ധപ്പെട്ട ചോദ്യമായിരിക്കും. ഫസ്റ്റ് ആപ്ലിക്കേഷൻ, ഫൈൻഡ് ദ ഗ്രൗണ്ട് സ്റ്റേറ്റ് spectral time. Find the ground state spectral time. അത് കണ്ടുപിടിക്കുന്ന ഒരു ഹൺസ് റൂൾ പ്രകാരമാണ്. ഹൺസ് റൂൾ Find the ground state. Hans rule. Okay. റൂൾ ഒന്നാമത്തെ റൂള്, ഹയർ മൾട്ടിപ്ലിസിറ്റി higher lower the energy. Higher multiplicity, lower the energy. 2, ഇഫ് ആദ്യം നമ്മൾ മൾട്ടിപ്ലിസിറ്റി ചെക്ക് ചെയ്യാം. അപ്പം മൾട്ടിപ്ലിസിറ്റി കൂടുതലാണെങ്കിൽ എനർജി കുറവായിരിക്കും. ഇഫ് നമുക്ക് മൾട്ടിപ്ലിസിറ്റി സെയിം ആയിട്ടുള്ള ഒന്നിൽ കൂടുതൽ സ്പെക്ട്രൽ ടൈം ഉണ്ടെങ്കിൽ, ഇഫ് ദ മൾട്ടിപ്ലിസിറ്റി സെയിം, then rule 2, higher the L value, lower the energy.
higher the L value, lower the energy. Then if the L values are same, if the L values are same, ഫസ്റ്റ് പോയിന്റ് എന്താ, നമ്മൾ ആദ്യം മൾട്ടിപ്ലിസിറ്റി ചെക്ക് ചെയ്യുക. അപ്പം ഹയർ മൾട്ടിപ്ലിസിറ്റി ഉള്ളത്, കഴിഞ്ഞ പ്രോബ്ലത്തിൽ നമുക്ക് മൾട്ടിപ്ലിസിറ്റി സിംഗിളറ്റും ട്രിപ്ലറ്റും അല്ലേ വന്നത്, 1ഉം 3ഉം. അതിൽ ഹയർ മൾട്ടിപ്ലിസിറ്റി 3 ആണ്, അതായിരിക്കും ലോവർ എനർജി. ഒന്നിൽ കൂടുതൽ ഹയർ മൾട്ടിപ്ലിസിറ്റി സെയിം മൾട്ടിപ്ലിസിറ്റി ഉള്ള എലമെന്റ്സ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ സ്പെക്ട്രൽ ടൈംസ് ഉണ്ടെങ്കിൽ നമ്മൾ അതിന്റെ എൽ വാല്യൂസ് നോക്കണം. ഹയർ ദ എൽ വാല്യൂ, ലോവർ ദ എനർജി. Then if L values are same, അടുത്ത കേസിൽ നമുക്ക് എൽ വാല്യൂസും സെയിം ഉള്ള ഒന്നിൽ കൂടുതൽ സ്പെക്ട്രൽ ടൈംസ് ഉണ്ടെങ്കിൽ മൂന്നാമത്തെ റൂള് ചെക്ക് J value. Less than half filled, less than half filled, lower J value. എന്താ ഞാൻ പറഞ്ഞുതരാം. മോർ ദാൻ ഹാഫ് ഫിൽഡ്, more than half filled, higher J value. Less than half filled, lower J value. More than half filled, higher J value. Less than half filled, more than half filled എന്ന് പറഞ്ഞാൽ എന്താ, എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ P2, P1, D1, D2, D4 അതൊക്കെ. അതായത് പിക്ക് മാക്സിമം 6 ആണ്. ഇപ്പം ഈക്വൽ ടു ഹാഫ് ഫിൽഡ് വന്നാൽ എന്താ എഴുതുക, less than half filled, less than half filled, more than half filled. ഓക്കെ, ഈക്വൽ ടു വരുന്ന നമുക്കൊന്ന് എഴുതി ചെയ്തു നോക്കാം, അത് കഴിഞ്ഞിട്ട് എഴുതി വെക്കാം. പിക്ക് മാക്സിമം നമ്പർ ഓഫ് ഇലക്ട്രോൺസ് പി ഷെല്ലിൽ നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുന്നത് 6 ആണ്. അതിന്റെ പകുതി P3, അതിലും കുറവാണ് നമ്മുടെ പി ഷെല്ലിൽ നമ്മൾ നമ്മുടെ വാല്യൂ എങ്കിൽ ലോവർ J വാല്യൂ എടുക്കണം. അതിൽ കൂടുതലാണെങ്കിൽ ഹയർ J വാല്യൂ എടുക്കണം. നിങ്ങൾ ഇതിവിടെ എഴുതി വെക്കണ്ട, ഞാൻ പ്രോബ്ലം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അങ്ങനെ എഴുതി വെച്ചാൽ മതി, ഹയർ J വാല്യൂ. ഓക്കെ, ഞാൻ കഴിഞ്ഞ പ്രോബ്ലം ചെയ്ത ആ ഉദാഹരണം വെച്ച് പറയാം ആദ്യം, അത് കഴിയുമ്പോൾ നമുക്കൊരു പ്രോബ്ലം ചെയ്യാം. ഇവിടെ F1 D1 കോൺഫിഗറേഷൻ ആണ്. ഇതിന്റെ ആദ്യം ഈക്വലന്റ് ഇലക്ട്രോൺ കോൺഫിഗറേഷൻ എടുത്തു, D2 എടുത്തു. ഫസ്റ്റ് റൂൾ എന്തായിരുന്നു, ഹയർ മൾട്ടിപ്ലിസിറ്റി ലോവർ എനർജി. നമ്മൾ ഗ്രൗണ്ട് സ്റ്റേറ്റ് എനർജി ആണ് കണ്ടെത്തേണ്ടത്.
ഗ്രൗണ്ട് സ്റ്റേറ്റ് എനർജി എന്ന് പറഞ്ഞാൽ ലോവർ എനർജിയാണ്. ഹയർ മൾട്ടിപ്ലിസിറ്റി ലോവർ എനർജി. ദെൻ ഇതിനായിരിക്കും എനർജി കുറവ്. ഈ സിംഗ്ലറ്റിനെക്കാട്ടിയും എനർജി കുറവ് ട്രിപ്ലറ്റിനായിരിക്കും. നമുക്ക് അതേപോലെയുള്ള 6 എണ്ണം ഉണ്ട്. 3p2, 3p1, 3p0, 3f4, 3f3, 3f2. അങ്ങനെ 6 എണ്ണം ഉണ്ട്. ദെൻ അടുത്ത റൂൾ എന്താ? ഹയർ ജെ വാല്യൂ ലോവർ എനർജി. അപ്പം ഇതിനെക്കാട്ടി എനർജി കുറവ് ഇതിനായിരിക്കും. ഹയർ എൽ വാല്യൂ ലോവർ എനർജി. ആദ്യം നമ്മള് സിംഗ്ലറ്റും ട്രിപ്ലറ്റും നോക്കി. മൾട്ടിപ്ലിസിറ്റി കൂടുതലാണെങ്കിൽ എനർജി കുറവായിരിക്കും. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഇവിടെ അടുത്ത സ്പെക്ട്രൽ ടൈംസ് ഞാനൊന്ന് എഴുതി വയ്ക്കുകയാണ്. 1s0, 1d2, 1g4. ഇതാണ് സിംഗ്ലറ്റ് സ്റ്റേറ്റ്സ്. 3p210, 3f432. ഇതാണ് ട്രിപ്ലറ്റ് സ്റ്റേറ്റ്. സിംഗ്ലറ്റ് സ്റ്റേറ്റിനെക്കാട്ടിയും എനർജി ട്രിപ്ലറ്റ് സ്റ്റേറ്റിനായിരിക്കും കുറവ്. ദെൻ നിങ്ങൾക്ക് ഇങ്ങനെ എഴുതാം: 1s0, 1d2, 1g4 ഗ്രേറ്റർ ദാൻ. സിംഗ്ലറ്റ് സ്റ്റേറ്റിനാണ് എനർജി കൂടുതൽ. ഗ്രേറ്റർ ദാൻ 3p210, 3f432. ഇതാണ് ഫസ്റ്റ് റൂള്. സിംഗ്ലറ്റിന് ട്രിപ്ലറ്റിനെക്കാട്ടിയും എനർജി കൂടുതലായിരിക്കും. ഇനി നമുക്ക് ട്രിപ്ലറ്റ് എത്ര എണ്ണം ഉണ്ട്? 1, 2, 3, 4, 5, 6 ട്രിപ്ലറ്റ് ഉണ്ട്. അപ്പൊ നമ്മൾ അടുത്ത സെക്കൻഡ് റൂൾ നോക്കണം. ഹയർ എൽ വാല്യൂ ലോവർ എനർജി. ദെൻ അതിൽ നിന്ന് എന്ത് പറയാം? 3f432 3p210 എനർജി കുറവ്. ഹയർ എൽ വാല്യൂ ലോവർ എനർജി. എഫിന്റെ ഹയർ എൽ വാല്യൂ അല്ലേ കൂടുതൽ, പിന്നെക്കാട്ടി ഹയർ എൽ വാല്യൂ ലോവർ എനർജി. അപ്പം ഒരേ എൽ വാല്യൂ ഉള്ള 3 സ്റ്റേറ്റ് ഉണ്ട്. 3f4, 3f3, 3f2. മൂന്നാമത്തെ റൂൾ എന്ത് ചെയ്യാം? ചെക്ക് ലെസ് ദാൻ ഹാഫ് ഫിൽഡ് ഓർ ഗ്രേറ്റർ ദാൻ ഹാഫ് ഫിൽഡ്. നമുക്കിവിടെ കോൺഫിഗറേഷൻ D2 ആണ്. D2 ഇൻക്ലൂഡ് ചെയ്യുന്ന മാക്സിമം നമ്പർ ഓഫ് ഇലക്ട്രോൺ 10 ആണ്. ദെൻ മാക്സിമം നമ്പർ ഓഫ് ഇലക്ട്രോൺ 10 ആണ്. അപ്പം ഹാഫ് ഫിൽഡ് എന്ന് പറഞ്ഞാൽ D5 ആണ്. ഇവിടെ ലെസ് ദാൻ ഹാഫ് ഫിൽഡ് ആണ്. ലെസ് ദാൻ ഹാഫ് ഫിൽഡ് ആണെങ്കിൽ ലോവർ ജെ വാല്യൂ. ഇവിടെ ലോവർ ജെ വാല്യൂ എന്ന് പറഞ്ഞാൽ 2 വരും. ദെൻ ഗ്രൗണ്ട് സ്റ്റേറ്റ് എനർജി ഈസ് 3f2. ഇത് മനസ്സിലായോ? അടുത്തത് പറയാം. നോൺ ഈക്വാലന്റ് ഇലക്ട്രോൺ കോൺഫിഗറേഷൻ പറയാം. നമ്മുടെ ഇത് D2 കോൺഫിഗറേഷൻ ആണല്ലോ. അവിടെ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ലെസ് ദാൻ ഹാഫ് ഫിൽഡ് ആണോ ഗ്രേറ്റർ ദാൻ ഹാഫ് ഫിൽഡ് ആണോ എന്ന് നോക്കണം. ഇവിടെ D2 ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുന്ന മാക്സിമം നമ്പർ ഓഫ് ഇലക്ട്രോൺ 10 ആണ്. ഇവിടെ ഉള്ളത് ആകെ D2 ആണ്. ദാറ്റ് ഈസ് ലെസ് ദാൻ ഹാഫ് ഫിൽഡ്. ലെസ് ദാൻ ഹാഫ് ഫിൽഡ് ആണെങ്കിൽ ലോവർ ജെ വാല്യൂ. ഇവിടെ ഇത് ജെ വാല്യൂസ് അല്ലേ 432. ലോവർ ജെ വാല്യൂ 3f2. ഇതാണ് ഗ്രൗണ്ട് സ്റ്റേറ്റ് സ്പെക്ട്രൽ ടൈം. ഇത് എഴുതണം നിർബന്ധമില്ല. നമുക്ക് അത് ഞാൻ പറഞ്ഞുതരാം. ഒരു മിനിറ്റ്, എനിക്കൊരു ഒന്ന് ചെക്ക് ചെയ്യണം. ഞാൻ ഇപ്പൊ തന്നെ പറഞ്ഞുതരാം. എന്തായാലും ഇത് നോക്കാം.
അടുത്തത് ഇക്വലന്റ് ഇലക്ട്രോൺ കോൺഫിഗറേഷൻ. ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കാനുണ്ട്, പറയാം. ഓക്കെ, ഇതാണ് സ്പെക്ട്രൽ ടൈംസ്. നിങ്ങൾ ഇത് എഴുതാൻ നിർബന്ധമില്ല കേട്ടോ, നമുക്ക് പ്രോബ്ലംസ് ചെയ്യുമ്പോൾ എഴുതാം. ഇത് ഞാൻ നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി പറഞ്ഞു തന്നാ. നിങ്ങൾ പ്രോബ്ലംസ് ചെയ്യുമ്പോൾ ഇത് വരച്ച് തന്നെ എഴുതണം. ഓക്കെ, ഫസ്റ്റ് റൂള്, ഹയർ ദ മൾട്ടിപ്ലിസിറ്റി ലോവർ ദ എനർജി. ഇവിടെ മൾട്ടിപ്ലിസിറ്റി ഹയർ ആയിട്ടുള്ളത് ഈ ടേംസിനാണ്. ഹയർ ദ മൾട്ടിപ്ലിസിറ്റി ലോവർ ദ എനർജി. Then second rule, higher the L value lower the energy. ഇവിടെ L value മാക്സിമം ആയത് ഇതിനാണ്, 3H654. ഇവിടെ P1 D1 കോൺഫിഗറേഷൻ ആണ്. രണ്ടും ലെസ് ദാൻ ഹാഫ് ഫിൽഡ് ആണ്. ദെൻ രണ്ടും ലെസ് ദാൻ ഹാഫ് ഫിൽഡ് ആയതുകൊണ്ട് ലോവർ ദ J വാല്യൂ എടുക്കണം, 3H4. ഇതായിരിക്കും ഇതിന്റെ ഗ്രൗണ്ട് സ്റ്റേറ്റ് സ്പെക്ട്രൽ ടൈം. ഇനി ഇവിടെ ഒരു കാര്യം നിങ്ങൾ എഴുതി വെക്കണം, ഇവിടെ എഴുതണ്ട, ഇതിന്റെ ഏറ്റവും അവസാനം എഴുതി വെച്ചാൽ മതി ഒരു പോയിന്റ്. ഫോർ നോൺ ഇക്വലന്റ് ഇലക്ട്രോൺ കോൺഫിഗറേഷൻ, എക്സാമ്പിൾ PD എക്സാമ്പിൾ വേണ്ട. ഇഫ് നോൺ ഈക്വലന്റ് ഇലക്ട്രോൺ കോൺഫിഗറേഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ഒന്നിൽ കൂടുതൽ ഷെൽസ് ഉണ്ടാവും. ഇഫ് എനി വൺ ഈസ് ഗ്രേറ്റർ ദാൻ ഹാഫ് ഫിൽഡ്, then higher J value. For non-equivalent electron configuration, if any one is greater than half filled, then higher J value. ഒന്ന് എഴുതി വെക്കണേ. ഓക്കെ, ഇനിയേ പ്രോബ്ലം ചെയ്യുന്നതിന് ഒരു കാര്യം കൂടെ പറയാം. ഇവിടെ നമുക്ക് ഇതിനെ ഡിക്രീസിങ് ഓർഡർ ഓഫ് എനർജിയുടെ ടേംസിലേക്ക് എഴുതാം. ഫസ്റ്റ് റൂള് പ്രകാരം ഹയർ സിംഗ്ലറ്റ് ആണെങ്കിൽ എനർജി കൂടുതലായിരിക്കും. ആ സിംഗ്ലറ്റിൽ തന്നെ ലോവർ L വാല്യൂസിനായിരിക്കും എനർജി കൂടുതൽ. ദാറ്റ് ഈസ് 1s0 ഗ്രേറ്റർ ദാൻ 1d2 ഗ്രേറ്റർ ദാൻ 1g4. ഇനി ഇതിനല്ലേ എനർജി കൂടുതൽ, ഇതിന് എനർജി കുറവ്. പിന്നെ ഇത് ലെസ് ദാൻ ഹാഫ് ഫിൽഡ് ആയതുകൊണ്ട് J വാല്യൂസിന് ലോവർ ദ J വാല്യൂ ലോവർ ദ എനർജി, അങ്ങനെയാണ്. നമ്മളത് ഇൻക്രീസിങ് ഓർഡർ എഴുതുമ്പോൾ 3p2 3p1 3p0 greater than 3f4 3f3 3f2. 3f2 ആണ് നമ്മുടെ ഗ്രൗണ്ട് സ്റ്റേറ്റ്. സിംഗ്ലറ്റിനാണ് ട്രിപ്ലറ്റിനെക്കാട്ടി എനർജി കൂടുതൽ. ദെൻ അത് എഴുതി. ഒരേ സിംഗ്ലറ്റിൽ തന്നെ L വാല്യൂ കൂടുതലാണെങ്കിൽ എനർജി കൂടുതലായിരിക്കും. L വാല്യൂ കുറവാണെങ്കിൽ എനർജി കൂടുതലായിരിക്കും. ദെൻ S ആദ്യം വരും, dg. ദെൻ ഒരേ ഇനി ലെസ് ദാൻ L വാല്യൂവും ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ലെസ് ദാൻ ഹാഫ് ഫിൽഡ് ആണോ ഗ്രേറ്റർ ദാൻ ഹാഫ് ഫിൽഡ് ആണോ എന്ന് നോക്കും. ഇവിടെ ലെസ് ദാൻ ഹാഫ് ഫിൽഡ് ആണ്. ലെസ് ദാൻ ഹാഫ് ഫിൽഡ് ആണെങ്കിൽ ലോവർ എനർജി
ലോവർ ജെ വാല്യൂവിനാണ്. ഓക്കെ, ഇതാണ് അതിന്റെ ഇൻക്രീസിങ് ഓർഡർ. നമുക്ക് പ്രോബ്ലം ചെയ്യാം. റൂൾ ഒന്നുകൂടെ നോക്കുക. ആദ്യം മൾട്ടിപ്ലിസിറ്റി നോക്കും. ഹയർ ദ മൾട്ടിപ്ലിസിറ്റി ലോവർ ദ എനർജി. 2 എൽ വാല്യൂ നോക്കും. ഹയർ ദ എൽ വാല്യൂ ലോവർ ദ എനർജി. 3 ജെ വാല്യൂ നോക്കും. ജെ വാല്യൂ നോക്കുമ്പോൾ ലെസ് ദാൻ ഹാഫ് ഫിൽഡ് ആണോ മോർ ദാൻ ഹാഫ് ഫിൽഡ് ആണോ നമ്മുടെ കോൺഫിഗറേഷൻ നോക്കും. ലെസ് ദാൻ ഹാഫ് ഫിൽഡ് ആണെങ്കിൽ ലോവർ ജെക്കാണ് ലോവർ എനർജി. മോർ ദാൻ ഹാഫ് ഫിൽഡ് ആണെങ്കിൽ ഹയർ ജെക്കാണ് ഹയർ എനർജി. പിന്നെ ഒരു പോയിന്റ് ഫോർ നോൺ ഈക്വലന്റ് ഇലക്ട്രോൺ കോൺഫിഗറേഷൻ ഇഫ് എനിവൺ ഈസ് ഗ്രേറ്റർ ദാൻ ഹാഫ് ഫിൽഡ് ദെൻ ഹയർ ജെ വാല്യൂ. ഇനി ഒരു പോയിന്റും കൂടെ എഴുതാനുള്ള സ്പേസ് വിടുക. അത് കഴിഞ്ഞിട്ട് ഞാൻ നിങ്ങൾക്ക് പ്രോബ്ലം തരാം, നിങ്ങൾ ചെയ്യണം. Find the ground state spectral term of carbon 12 atom. ഓക്കെ, ഇത് ചെയ്യണം. കാർബൺ 12ന്റെ കോൺഫിഗറേഷൻ നിങ്ങൾക്ക് അറിയാലോ. 1s2 2p 1s2 2s2 2p2. ഷെൽ കോൺഫിഗറേഷൻ എഴുതാൻ അറിയാത്ത ആരെങ്കിലും ഉണ്ടോ? പറഞ്ഞിരേണ്ട ആവശ്യമുണ്ടോ? ഷെൽ കോൺഫിഗറേഷൻ 1s 2s 2p 3s 3p 3d 4s 4p 4d 3s 3p 3d 4s 4p 4d 4f. എന്നിട്ട് ഇങ്ങനെയാ ഫില്ല് ചെയ്യുന്നത്. സോറി, ഇങ്ങനെയല്ല, തിരിച്ച്. അതായത് 1s ആദ്യം വരും, 2s ആദ്യം വരും, 2p 3s, പിന്നെ വരുന്നത് 3p 4s, പിന്നെ 3d വരും. അതായത് ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യും. 1s 2s 2p 3s 3p 4s 3d 4p 5s 3d 4p 5s. അങ്ങനെയാ കോൺഫിഗറേഷൻ. ഇത് അറിയായിരിക്കുമല്ലോ എല്ലാവർക്കും. ഓക്കെ, എസിൽ ഫില്ല് ചെയ്യാവുന്ന മാക്സിമം ഇലക്ട്രോൺ 2, പിയിൽ ഫില്ല് ചെയ്യാവുന്ന മാക്സിമം ഇലക്ട്രോൺ 6, ഡിയിൽ ഫില്ല് ചെയ്യാവുന്ന മാക്സിമം ഇലക്ട്രോൺ 10, എഫിൽ വരുവാണെങ്കിൽ 14 അല്ലേ. ഓക്കെ, അങ്ങനെയാണ് നമ്മൾ ഷെൽ കോൺഫിഗറേഷൻ എഴുതുന്നത്. നമ്മൾ കാർബൺ 12 എഴുതണം. നമുക്കിവിടെ ഏറ്റവും ലാസ്റ്റ് ഷെൽ എന്ന് പറഞ്ഞാൽ 2p2 എന്ന് വന്നു. 2p2ന്റെ സ്പെക്ട്രൽ ടൈം കണ്ടെത്തണം. ചെയ്തോ. എന്നിട്ട് അതിന്റെ ഗ്രൗണ്ട് സ്റ്റേറ്റ് സ്പെക്ട്രൽ ടൈം പറയണം. നിങ്ങൾ ചെയ്തിട്ട് ഉത്തരം പറ. 2p2 ആണ് കോൺഫിഗറേഷൻ. ഇതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഹാഫ് ഫിൽഡിന്റെ കാര്യം ഞാൻ പറയാം. വേറെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം.
ആർക്കെങ്കിലും ഉത്തരം കിട്ടിയോ? സ്പെക്ട്രൽ ടൈം ഒട്ടും എഴുതാൻ അറിയാത്ത ഫസ്റ്റ് ക്ലാസ് ഇല്ലാത്ത ആരെങ്കിലും ഉണ്ടോ? സ്പെക്ട്രൽ ടൈം ഒട്ടും എഴുതാൻ അറിയാത്തവര്? അല്ല, ഇന്ന് ഞാൻ ആദ്യം പറഞ്ഞത് മനസ്സിലായില്ല. രണ്ട് ഓക്കെ. ഇവിടെ ഹൺസ് റൂൾ എഴുതിയാലേ ലെസ് ദാൻ ഹാഫ് ഫിൽഡ് ഓർ ഹാഫ് ഫിൽഡ് എന്ന് എഴുതിട്ടോ. ലെസ് ദാൻ ഹാഫ് ഫിൽഡ് ഓർ ഹാഫ് ഫിൽഡ്. ലെസ് ദാൻ ഹാഫ് ഫിൽഡ് ഓർ ഹാഫ് ഫിൽഡ്. ലെസ് ദാൻ ഹാഫ് ഫിൽഡും ഹാഫ് ഫിൽഡും ആണെങ്കിൽ ലോവർ ജെ വാല്യൂ ആണ്. മോർ ദാൻ ഹാഫ് ഫിൽഡ് ആണ് ഹയർ ജെ വാല്യൂ ആണ്. ഓക്കെ, ലെസ് ദാൻ ഹാഫ് ഫിൽഡ് ഓർ ഹാഫ് ഫിൽഡ്. ഇതിന്റെ ലെസ് ദാൻ ഹാഫ് ഫിൽഡ് ഓർ ഹാഫ് ഫിൽഡ്. ഇതിന്റെ ഉത്തരം കിട്ടിയിട്ടുണ്ടെങ്കിൽ ആരെങ്കിലും പറയാം. അഭിഷേകം ഒന്ന് ശ്രദ്ധിക്കട്ടോ, ഞാൻ പറഞ്ഞുതരാം. നമുക്കിവിടെ P2 കോൺഫിഗറേഷൻ ആണ്. നമുക്ക് രണ്ട് തരം കോൺഫിഗറേഷൻ ഉണ്ടാവും. മറ്റേതിന്റെ ഉത്തരം ആർക്കെങ്കിലും കിട്ടിയാൽ പറയണേ. ഇക്വലന്റ് ഇലക്ട്രോൺ കോൺഫിഗറേഷൻ ഉണ്ടാവും. മനസ്സിലായില്ല? നമ്മള് ഇതിന്റെ മുമ്പൊന്നും ചെയ്തില്ല. ഇതില് നമ്മള് അതുപോലെ ഇവിടെ ഔട്ടർ മോസ്റ്റ് ഷെല്ലില് S2P2 കാർബണിന്റെ ഒന്നുകൂടെ പറഞ്ഞാൽ എനിക്ക് മനസ്സിലായില്ല. S2P2 ഔട്ടർ മോസ്റ്റ് ഷെല്ലിലുള്ളത്. അത് ഇത് ഫില്ലഡ് അല്ലേ? ഫില്ലാകത്ത് എടുത്താൽ മതി. ഓക്കെ, ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു പോയിന്റ് കൂടെ എഴുതി വെച്ചോ. ഇതിന്റെ അടിയില് ഫോർ ഫില്ലഡ് കോൺഫിഗറേഷൻ, ഫോർ ഫില്ലഡ്
configuration for filled configuration. Ground state spectral time for filled അടുത്ത പേജ് എഴുതാം. For filled configuration, ground state spectral time means always 1s0. അത് S2-നാണെങ്കിലും P6-നാണെങ്കിലും D10-നാണെങ്കിലും F14 ഒക്കെ ആണെങ്കിലും ഏതാണെങ്കിലും ഫിൽഡ് കോൺഫിഗറേഷൻ ആണെങ്കിൽ ഗ്രൗണ്ട് സ്റ്റേറ്റ് സ്പെക്ട്രൽ ടൈം 1s0 ആണ്. നിങ്ങൾ അത് ചെയ്തു നോക്കുമ്പോൾ നിങ്ങൾക്ക് 1s0 എന്ന് കിട്ടും. ഓക്കെ, ഇനി സ്പെക്ട്രൽ ടൈം ഒട്ടും എഴുതാൻ അറിയാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ശ്രദ്ധിക്കുക. നമുക്ക് കോൺഫിഗറേഷൻ രണ്ട് തരമാണ്, നോൺ ഇക്വാലന്റും ഇക്വാലന്റും. നമ്മൾ ഫസ്റ്റ് സ്പെക്ട്രൽ ടൈം എഴുതാൻ ചോദിച്ചാൽ ഫസ്റ്റ് അത് ചെക്ക് ചെയ്യണം. P2 എന്ന് പറയുന്നത് നോൺ ഇക്വാലന്റ് ഇലക്ട്രോൺ കോൺഫിഗറേഷൻ ആണ്. അതായത് രണ്ട് ഇലക്ട്രോണും ഉള്ള ഇലക്ട്രോൺ എല്ലാം ഒരേ ഓർബിറ്റലിലാണ് പോയേക്കുന്നത്, ഒരേ ഷെല്ലിലേക്കാണ് പോയേക്കുന്നത്. P2, P3, P4, D6, D5, S2 ഇതൊക്കെ ഇക്വാലന്റ് ഇലക്ട്രോൺ കോൺഫിഗറേഷൻ ആണ്. നമുക്ക് ഇലക്ട്രോൺസ് മുഴുവൻ ഒരേ ഷെല്ലിലേക്കാണ് പോയേക്കുന്നത്. ഇക്വാലന്റ് ഇലക്ട്രോൺ കോൺഫിഗറേഷൻ. എക്സാമ്പിൾ ആയിട്ട് P2, D3 മതി. നോൺ ഇക്വാലന്റ് ഇലക്ട്രോൺ കോൺഫിഗറേഷൻ എന്ന് പറഞ്ഞാൽ പോയിരിക്കുന്നത് രണ്ട് ഷെല്ലിലേക്കായിരിക്കും. S1 P1, P1 D1 അങ്ങനെ. ഇതാണ് നോൺ ഇക്വാലന്റ് ഇലക്ട്രോൺ കോൺഫിഗറേഷൻ. നമ്മുടെ ഫൈനൽ ഇലക്ട്രോൺസ് ഫില്ല് ചെയ്തേക്കുന്നത്. ഇഫ് നമുക്കിത് S2 P1 എന്നാണെങ്കിൽ ഇത് ഇക്വാലന്റ് ഇലക്ട്രോൺ കോൺഫിഗറേഷൻ ആണ്. ഇത് ഫില്ലായി പോയി, പിന്നെ ഇത് എടുക്കേണ്ട ആവശ്യമില്ല, P1 മാത്രമേ ഉള്ളൂ. ഓക്കെ, നമ്മൾ എടുക്കുന്നത് അൺഫിൽഡ് ആയിട്ടുള്ള ഷെൽസ് മാത്രമാണ്. ഫിൽഡ് ആയിട്ടുള്ള ഷെൽസ് P6 D1 വന്നാല് D1 മാത്രമേ എടുക്കാവുള്ളൂ. P6 ഫില്ലായി പോയി, അതിന്റെ ആവശ്യമില്ല. പിന്നെ അതാണ് ഇക്വാലന്റ് ഇലക്ട്രോൺ കോൺഫിഗറേഷനും നോൺ ഇക്വാലന്റ് ഇലക്ട്രോൺ കോൺഫിഗറേഷനും. നമ്മൾ സ്പെക്ട്രൽ ടൈം എഴുതാൻ വേണ്ടി സ്പെക്ട്രൽ ടൈം എന്ന് പറഞ്ഞാൽ 2s+1 Lj ആണ്. L എന്ന് പറഞ്ഞാൽ ഓർബിറ്റൽ ക്വാണ്ടം നമ്പർ, S എന്ന് പറഞ്ഞാൽ സ്പിൻ ക്വാണ്ടം നമ്പർ, J എന്ന് പറഞ്ഞാൽ ടോട്ടൽ ക്വാണ്ടം നമ്പർ. S ഒന്നിൽ കൂടുതൽ ഇലക്ട്രോൺ ഉണ്ടെങ്കിൽ നമുക്ക് S1 എന്നും S2 എന്നും എടുക്കാം. Then capital S, S equal to mod S1 plus S2 to mod S1 minus S2 എന്ന് വരും. നിങ്ങൾക്ക് രണ്ട് ഇലക്ട്രോൺ ഉണ്ടെങ്കിൽ S1 equal to 1/2, S2 equal to 1/2 എന്ന് എടുക്കാം. mod S1 plus S2 to mod S1 minus S2 എന്നുള്ളത് S1 plus S2 1/2 plus 1/2 എന്ത് കിട്ടും? 1 കിട്ടും. S1 minus S2 1/2 minus 1/2 10 എന്ന് കിട്ടും. 2 ഇലക്ട്രോൺ സിസ്റ്റത്തിൽ നമ്മൾ എപ്പോഴും സ്പിന്ന് വരുന്നത് 10 എന്നാണ്. ഇഫ് നിങ്ങൾക്കിനി 3 ഇലക്ട്രോൺ ഉണ്ടെങ്കിൽ S1 S2 S3 എന്ന് എടുക്കാം. ഇത് രണ്ടും കൂടെ S പ്രൈം ആയിട്ട് എടുക്കാം. S പ്രൈം ഈക്വൽ ടു മോഡ് S1 പ്ലസ് S2 ടു മോഡ് S1 മൈനസ് S2. Then capital S equal to mod S prime plus S3 to
മോഡ് എസ് പ്രൈം മൈനസ് എസ് ത്രീ. നിങ്ങൾക്കിവിടെ എസ് പ്രൈം എന്നുള്ളത് ഒന്നിൽ കൂടുതൽ വാല്യൂ വന്നാൽ 1 2 3 ഓരോ വാല്യൂവിനും ചെയ്യണം. അറ്റ് എസ് പ്രൈം ഈക്വൽ ടു 1, എസ് ഈക്വൽ ടു മോഡ് 1 പ്ലസ് എസ് ത്രീ ടു മോഡ് 1 മൈനസ് എസ് ത്രീ. എസ് പ്രൈം ഈക്വൽ ടു 2, എസ് ഈക്വൽ ടു മോഡ് 2 പ്ലസ് എസ് ത്രീ ടു മോഡ് 2 മൈനസ് എസ് ത്രീ. അങ്ങനെ വരിക. ഇങ്ങനെ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, നമുക്ക് എളുപ്പത്തിൽ കണ്ടെത്താം. നമ്പർ ഓഫ് ഇലക്ട്രോൺ സ്പിന്ന് കണ്ടെത്താനാണ്. നമ്പർ ഓഫ് ഇലക്ട്രോൺ ഓഡ് ആണോ ഈവൻ ആണോ എന്ന് ചെക്ക് ചെയ്യുക. നമ്പർ ഓഫ് ഇലക്ട്രോൺ ഓഡ് ആണോ ഈവൻ ആണോ. നമ്പർ ഓഫ് ഇലക്ട്രോൺ ഓഡ് ആണെങ്കിൽ നമുക്ക് ക്യാപിറ്റൽ എസ് ഈസ് ഈക്വൽ ടു 1/2 ടു n/2 വരെ കിട്ടും. ഉദാഹരണത്തിന് നമ്പർ ഓഫ് ഇലക്ട്രോൺസ് 5 ആണെങ്കിൽ ക്യാപിറ്റൽ എസ് ഈക്വൽ ടു 1/2 ടു 5/2. അതായത് 1/2 3/2 5/2. ഇനി നമ്പർ ഓഫ് ഇലക്ട്രോൺ ഈവൻ ആണെങ്കിൽ എസ് ഈക്വൽ ടു 0 ടു n/2 എന്ന് കിട്ടും. ഉദാഹരണത്തിന് നമ്പർ ഓഫ് ഇലക്ട്രോൺ 6 ആണെങ്കിൽ എസ് ഈക്വൽ ടു 0 ടു 6/2 6/2 3. അതായത് 0 1 2 3 ഇങ്ങനെ 3 വാല്യൂസ് കിട്ടും. ദെൻ ഇനി അടുത്തത് എസിന്റെ കപ്ലിംഗ് എടുത്തു, എല്ലിന്റെ കപ്ലിംഗ് എടുക്കണം. ഇനി നമ്മൾ എല്ല് കണ്ടെത്താൻ പോവാണ്. എല്ലിന്റെ കപ്ലിംഗ് എടുക്കണം. P2 കോൺഫിഗറേഷൻ ആണെങ്കിൽ L1 ഈക്വൽ ടു പിക്ക് ഓർബിറ്റൽ ആംഗുലർ മൂവ്മെന്റ് എത്രയാ 1 ആണ്. L2 ഈക്വൽ ടു 1. കാരണം 2 ഇലക്ട്രോണും ഒരേ ഇതിലേക്കാണ് പോയിരിക്കുന്നത്. Then P2 PD കോൺഫിഗറേഷൻ ആണെങ്കിൽ P1 D1 L1 ഈക്വൽ ടു 1 L2 ഈക്വൽ ടു 2. P2 D1 ആണെങ്കിൽ നമുക്ക് 3 ഇലക്ട്രോൺ ഉണ്ട്. അപ്പം ഓർബിറ്റൽ ആംഗുലർ മൂവ്മെന്റ് 3 എണ്ണം വരും. L1 ഈക്വൽ ടു 1 L2 ഈക്വൽ ടു 1 L3 ഈക്വൽ ടു 2. ദെൻ അത് കഴിഞ്ഞിട്ട് നമ്മൾ സ്പിൻ കണ്ടെത്തിയ പോലെ L ഈക്വൽ ടു മോഡ് L1 പ്ലസ് L2 ടു മോഡ് L1 മൈനസ് L2 വരും. നിങ്ങൾക്കപ്പം കുറെ എൽ വാല്യൂസും വരും, കുറെ എസ് വാല്യൂസും വരും. എൽ വാല്യൂസ് എല്ലാം ഞാനെടുത്ത് റോയിൽ എഴുതുകയാണ്. ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ P2 കോൺഫിഗറേഷൻ തന്നെ ചെയ്യാം. എൽ വാല്യൂസ് എന്താ വന്നത്? L1 ഈക്വൽ ടു 1 L2 ഈക്വൽ ടു 1. ക്യാപിറ്റൽ എൽ എന്ന് പറയുന്നത് മോഡ് L1 പ്ലസ് L2 ടു മോഡ് L1 മൈനസ് L2 വരും. മോഡ് L1 പ്ലസ് L2 എന്ന് പറഞ്ഞാൽ 2 ടു 0 വരും, 2 1 0 വരും. ഞാനത് ഓർഡർ എഴുതാൻ 0 1 2. ഇവിടെ എസ് എന്താ? ഈവൻ കോൺഫിഗറേഷൻ ആണ്. എസ് ആവുമ്പോൾ എസ് അപ്പം 0 1 കിട്ടും. 0 1. നിങ്ങൾക്ക് ഇവിടെ മൾട്ടിപ്ലിസിറ്റി വേണമെങ്കിൽ എഴുതി വെക്കാം. 2s പ്ലസ് 1 2s പ്ലസ് 1 ഈക്വൽ ടു 1 2s പ്ലസ് 1 ഈക്വൽ ടു 3. ഇതിന്റെ അകത്ത് ഈ കോളത്തിന്റെ റോയുടെ അകത്ത് നമ്മൾ ജെ വാല്യൂസ് ആണ് എഴുതുക. ജെ ഈക്വൽ ടു മോഡ് ക്യാപിറ്റൽ എൽ പ്ലസ് എസ് ടു മോഡ് ക്യാപിറ്റൽ എൽ മൈനസ് എസ്. ഫസ്റ്റ് കേസിൽ 0 പ്ലസ് 0 ടു 0 മൈനസ് 0. 0 മാത്രമേ വരുള്ളൂ, കാരണം ഇവിടെ ഒറ്റ സ്റ്റേറ്റേ വരാവുള്ളൂ. ഇത് സിംഗ്ലറ്റ് ആണ്. 0 പ്ലസ് 1 ടു 0 മൈനസ് 1 1 വരും. 0 പ്ലസ് 2 ടു 0 മൈനസ് 2 വരും. ഇവിടെ ഇതിന് ഒരു കാര്യം ശ്രദ്ധിക്കാനുണ്ട്. ഇവിടെ ഇക്വലന്റ് ഇലക്ട്രോൺ കോൺഫിഗറേഷൻ ആണ്. ഇക്വലന്റ് ഇലക്ട്രോൺ കോൺഫിഗറേഷന് ഒരു കാര്യം ശ്രദ്ധിക്കണം. ഓഡ് വിത്ത് ഓടും ഓഡ് വിത്ത് ഓടും ഈവൻ വിത്ത് ഈവനും. ഈക്വലന്റ് ഇലക്ട്രോണിൽ മാത്രം ശ്രദ്ധിക്കേണ്ടത്
മറ്റേതില് നോൺ ഈക്വലന്റ് ഇലക്ട്രോൺ ആണ്, P1 D1 വല്ലതും ആണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഫുള്ള് എഴുതാം. ഈക്വലന്റ് ഇലക്ട്രോൺ ആണെങ്കിൽ ഈവന്റെ കൂടെ ഈവൻ മാത്രമേ എഴുതാൻ പാടുള്ളൂ, ഇതും. അപ്പം ഇത് ഉണ്ടാവില്ല. ഓഡിന്റെ കൂടെ ഓഡ് മാത്രമേ എഴുതാൻ പാടുള്ളൂ, ഓഡിന്റെ കൂടെ ഓഡ് മാത്രമേ എഴുതാൻ പാടുള്ളൂ. ഇതും ഉണ്ടാവില്ല. ഓക്കെ, നിങ്ങൾക്കിവിടെ 0 കിട്ടും, 2 കിട്ടും. ഇവിടെ എന്ത് കിട്ടും? 1 + 1 to 1 - 1, 1 + 1 2, 1 - 1 0, 2 1 0 എന്ന് കിട്ടും. ഇനി കറസ്പോണ്ടിങ് സ്പെക്ട്രൽ ടൈം എഴുതിയാൽ മതി. സ്പെക്ട്രൽ ടൈം എന്താ? 2s + 1 Lj. ഇവിടെ 2s + 1 1 ആണ്, L എന്ന് പറഞ്ഞാൽ 0 ആണ്, 0 എന്ന് പറഞ്ഞാൽ S, J എന്ന് പറഞ്ഞാൽ നമ്മൾ കണ്ടെത്തി 0. ഇവിടെ 1 വരും, L എന്ന് പറഞ്ഞാൽ 2 ആണ്, 2 എന്ന് പറഞ്ഞാൽ D വരും, J നമ്മൾ കണ്ടെത്തി D2. ഇവിടെ 2s + 1 3 ആണ്, 3 വരും, ട്രിപ്ലറ്റ്. L ന്റെ വാല്യൂ 1 ആണ്, അതായത് P. J യുടെ വാല്യൂ 3 എണ്ണം ഉണ്ട്, 2 1 0. ഇതാണ് ഉത്തരം. ഇക്വലന്റ് ഇലക്ട്രോൺ കോൺഫിഗറേഷനിൽ മാത്രം ഇങ്ങനെ എടുത്താൽ മതി. 210. J equal to 210 എങ്ങനെയാ വന്നേ? J equal to mod L plus S to mod L minus S അല്ലേ? L plus S എന്ന് പറഞ്ഞാൽ ഇത് S, ഇത് L. അപ്പൊ മോഡ് 1 + 1 to mod 1 - 1. അപ്പൊ 210 വരില്ലേ? ഓക്കെ, നിങ്ങൾക്ക് ഇത് സെപ്പറേറ്റ് ചെയ്ത് എഴുതാം കേട്ടോ. 3p2, 3p1, 3p0. നോൺ ഇക്വലന്റ് ആണെങ്കിൽ ഇങ്ങനെ ഒരു കണ്ടീഷൻ എടുക്കേണ്ട ആവശ്യമില്ല, എല്ലാ ടേംസും വരും. ഇക്വലന്റ് മാത്രം ഇങ്ങനെ ഒരു കണ്ടീഷൻ എടുക്കണം. ഇനി ഇത് ആർക്കെങ്കിലും മനസ്സിലാകത്തുണ്ടോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഇപ്പൊ ചോദിക്കട്ടോ, സ്പെക്ട്രൽ ടൈം എഴുതുന്നതായിട്ട് ബന്ധപ്പെട്ട്. സർ 3 ഇലക്ട്രോൺ വരുന്ന കേസിൽ L1 + L2 അത് എങ്ങനെ എടുക്കുക? L1 L2 L3 1 1 2 എന്ന് പറഞ്ഞിട്ടുള്ള വാല്യൂ. P1 D2 ആണെങ്കിൽ L1 = 1, L2 = 2, L3 = 2. ദെൻ ഇത് രണ്ടും കൂടി എടുത്തൊരു L പ്രൈം ആക്കുക. L3 ഇങ്ങനെ തന്നെ ഇടുക. ഇത് L പ്രൈം ആവുമ്പോൾ 1 + 2 to 1 - 2 വരും. That is 1 + 2 3, 1 - 2 1, 3 2 1 വരും. L3 = 2 തന്നെ. ഇനി ഓരോ L പ്രൈം എടുക്കുക. L പ്രൈം = 3. ക്യാപിറ്റൽ L = mod L prime plus L3 to mod L prime minus L3, which is equal to L prime plus L3. 3 mod 3 plus 2 to mod 3 minus 2. ഇപ്പൊ എന്ത് കിട്ടും? 3 plus 2 5, 3 minus 2 1 അല്ലേ? 5 4 3 2 1. ഇത് ഒരു കുറച്ച് സ്പെക്ട്രൽ ടൈം. ദെൻ അടുത്ത കേസ് എടുക്കുക. L prime equal to 2 എന്ന് എടുക്കുക. Then L equal to mod 2 plus 2 to mod 2 minus 2, which is equal to 2 plus 2 4 വരും, 2 minus 2 0 വരും, 4 3 2 1 0. ഇങ്ങനെ എടുക്കും. ക്ലിയർ ആണോ? അപ്പൊ സർ വേറെ ടേബിൾ വരും. വേറെ ടേബിൾ വരയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല. ആ ഒരൊറ്റ ടേബിൾ വരച്ചാൽ മതി. അപ്പൊ കുറെ ടേംസ് വരും. നിങ്ങൾ റിപ്പീറ്റ് ആയിട്ട് വന്നത് അങ്ങനെ തന്നെ എടുക്കണം. റിപ്പീറ്റ് ആയതുകൊണ്ട് കളയാൻ പാടില്ല. ഫസ്റ്റ് കേസിൽ 4 3 2 1 0 വന്നു. സെക്കൻഡ് കേസിൽ 5 4 3 2 1 വന്നു. ഫസ്റ്റ് കേസിൽ സെക്കൻഡ് കേസിൽ 4 3 2 1 0 വന്നു. ഇങ്ങനെ ഇത്രയും സ്പെക്ട്രൽ ടൈംസ് എടുത്തിട്ട് ചെയ്യണം. ഇലക്ട്രോൺ കോൺഫിഗറേഷൻ ഒന്നും ചോദിക്കില്ല. നിങ്ങൾക്ക് ആകെ ചോദിക്കുക ഫസ്റ്റ്
ഫസ്റ്റ് 20 ആറ്റം ഏതെങ്കിലുമൊക്കെ ആയിരിക്കും ചോദിക്കുക. ഡൗട്ട് കഴിഞ്ഞോ? ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇല്ല സർ. ഇനി ഇതിനൊരു എളുപ്പ മെത്തേഡ് ഉണ്ട്. അഭിഷേക്, ഇത് മനസ്സിലായില്ലേ സ്പെക്ട്രൽ ടൈം എഴുതാൻ? ആ സാർ മനസ്സിലായി. ഇനി ആർക്കും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. പിന്നെ ഞാൻ മറ്റേ ഫസ്റ്റ് ക്ലാസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, ഒന്ന് നോക്കുക. ഓക്കെ. അല്ല, P2ന്റെ ഗ്രൗണ്ട് സ്റ്റേറ്റ് ആരെങ്കിലും ചെയ്ത് ഉത്തരം പറഞ്ഞില്ല. P2ന്റെ ഗ്രൗണ്ട് സ്റ്റേറ്റ്, P2ന്റെ അല്ല, കാർബൺ 612ന്റെ ഗ്രൗണ്ട് സ്റ്റേറ്റ് സ്പെക്ട്രൽ ടൈം ആർക്കും കിട്ടിയില്ല? ആർക്കും കിട്ടിയില്ല? ആണോ വരിക? 3p0 ആണ് വരിക. ഇത് ആർക്കെങ്കിലും ചെയ്തു തരേണ്ട ആവശ്യമുണ്ടോ? 3p0 എന്ന് കിട്ടും. ഓക്കെ, എന്നാ ഇനി ഒരെണ്ണം കൂടെ ചെയ്യാം. Find the ground state of nitrogen 40. ഇത് ഹാഫ് ഫിൽഡ് കോൺഫിഗറേഷൻ ആണ്. ഹാഫ് ഫിൽഡ് വന്നാലും ലെസ് ദാൻ ഹാഫ് ഫിൽഡ് വന്നാലും ലോവർ ജെ വാല്യൂ എടുക്കണം. ഇത് ചെയ്തിട്ട് ഇതിന്റെ ഉത്തരം പറ. അറിയണ്ടേ? ഇത് ചെയ്യണ്ട, ഇത് ചെയ്യണ്ട. ഇത് നമുക്ക് ട്രിക്ക് വെച്ച് ചെയ്യാം, അതാ എളുപ്പം. അല്ലെങ്കിൽ വലിയൊരു സ്പെക്ട്രൽ ടൈം വരും. ഫൈൻഡ് ദ ഗ്രൗണ്ട് സ്റ്റേറ്റ് ഓഫ് അല്ലെങ്കിൽ വേണ്ട, ട്രിക്ക് പറഞ്ഞുതരാം. To find the ground state spectral time. To find the ground state spectral time. NS1. നമുക്കറിയാം എസ് ഷെല്ലില് 2 ഇലക്ട്രോൺ ആണ്. ഒരു ഇലക്ട്രോൺ ഇത്, മറ്റേ ഇലക്ട്രോൺ അതിന് ഓപ്പോസിറ്റ് ആയിട്ട് വരും സ്പിന്ന്. കറസ്പോണ്ടിങ് ML വാല്യൂ എഴുതുക. S ഈക്വൽ ടു 0 ആണ്, അപ്പൊ ML 0 ആണ്. L എന്ന് പറഞ്ഞാൽ സമ്മേഷൻ ഓവർ ML, മോഡ് സമ്മേഷൻ ഓവർ ML, which is equal to ഇവിടെ 0 എന്ന് കിട്ടും. MS ഇവിടെ ഒരു ഇലക്ട്രോണേ ഉള്ളൂ, 1/2 എന്ന് കിട്ടും. S ഈക്വൽ ടു മോഡ് സമ്മേഷൻ ഓവർ MS, which is equal to 1/2 എന്ന് വരും. Then L equal to 0, S equal to 1. L equal to 0, S equal to 1. J equal to 1 plus 0, mod 1 plus 0 to mod 1 minus 0. ഇവിടെ എന്ത് കിട്ടി? 1 plus 0 to 1 minus 0 equal to 1 കിട്ടി. Then നിങ്ങളുടെ ഗ്രൗണ്ട് സ്റ്റേറ്റ് സ്പെക്ട്രൽ ടൈം എന്ന് പറഞ്ഞാൽ 2s plus 1. ഇവിടെ 2s plus 1, 2s plus 1, LJ ആണ്. ഇവിടെ 2s plus 1 എന്ന് പറഞ്ഞാൽ S equal to 1 ആണ്. സോറി, S equal to 1/2 അല്ലേ? സമ്മേഷൻ ഓവർ MS, ഇത് MS ആണ്, ഇത് ML ആണ്. 1/2. 2s plus 1 എന്ന് പറഞ്ഞാൽ 2 വരും. ഇവിടെ L എന്ന് പറഞ്ഞാൽ 0 ആണ്, അപ്പൊ S, J എന്ന് പറഞ്ഞാൽ 1 കിട്ടി. ഇതൊന്ന് എഴുതി വെക്കുക. 1-2 ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇത് ക്ലിയർ ആയിക്കോളും.
ഓക്കെ, ഒന്നുകൂടെ പറയാം. നമ്മുടെ ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ ടു ഫൈൻഡ് ദ ഗ്രൗണ്ട് സ്റ്റേറ്റ് സ്പെക്ട്രൽ ടൈം. നമ്മൾ ആ കോളം റോയും ഒന്നും വരുത്തി ചെയ്യണ്ട, അല്ലാതെ എളുപ്പത്തിൽ ചെയ്യാം. നിങ്ങൾ നോക്കുക, ഫസ്റ്റ് ക്വസ്റ്റ്യൻ NS1 കോൺഫിഗറേഷൻ ആണ്. S1 എസ് ഷെല്ലില് 2 ഇലക്ട്രോണേ വരുവുള്ളൂ, അതിലൊരു ഇലക്ട്രോൺ. ML വാല്യൂ, എസ് ഷെല്ലിന്റെ ML വാല്യൂ 0 മാത്രം. L equal to summation over ML mod which is equal to 0. MS value, ഇതിന്റെ MS value half. S equal to mod summation over MS which is equal to 1/2. L equal to 0, S equal to 1/2. J equal to mod 0 plus 1/2 to mod 0 minus 1/2 which is equal to ആകെ ഒരു 1/2 മാത്രമല്ലേ വരുള്ളൂ J. Then spectral time എന്ന് പറഞ്ഞാൽ 2s plus 1 LJ. ഇവിടെ S 2 ആണ്, 2s plus 1 equal to 2 എന്ന് കിട്ടും. 2 L 0 ആണ്, അപ്പോൾ കറസ്പോണ്ടിങ് S വരും. J equal to 1/2. ഇതാണ് ഗ്രൗണ്ട് സ്റ്റേറ്റ്. ഓക്കെ, അടുത്തത് NS2. എസ് ഷെല്ല് 2 എണ്ണം വരും. ML ഈക്വൽ ടു, എസ് ഷെല്ലിന് ML ഈക്വൽ ടു 0 ആണ്. L ഈക്വൽ ടു സമ്മേഷൻ ഓവർ ML മോഡ് which is equal to 0. MS ഈക്വൽ ടു, ഇവിടെ പ്ലസ് 1/2 മൈനസ് 1/2 വരും. അപ്പ് സ്പിന്ന് പ്ലസ് 1/2, ഡൗൺ സ്പിന്ന് മൈനസ് 1/2. Then S equal to summation over MS mod which is equal to 0 എന്ന് കിട്ടും. That is J equal to mod L plus S to mod L minus S, that is 0 എന്ന് കിട്ടും. സ്പെക്ട്രൽ ടൈം എന്താ? ഗ്രൗണ്ട് സ്റ്റേറ്റ് സ്പെക്ട്രൽ ടൈം. ഇത് ഗ്രൗണ്ട് സ്റ്റേറ്റ് സ്പെക്ട്രൽ ടൈം കണ്ടുപിടിക്കാൻ മാത്രമുള്ള ഇക്വേഷൻ ആണ്. 2s plus 1 LJ. ഇവിടെ 2s plus 1 എന്താ? 1 കിട്ടും. L ഈക്വൽ ടു 0 ആണ്, അപ്പൊ S തന്നെ. J ഈക്വൽ ടു ഇവിടെ 0 ആണ്, 1s0. ഇതാണ് ഇതിന്റെ ഗ്രൗണ്ട് സ്റ്റേറ്റ് സ്പെക്ട്രൽ ടൈം. Then അടുത്തത് NP1. NP1. പിയില് ടോട്ടൽ 6 സബ്ഷെല്ലുണ്ട്. ടോട്ടൽ അല്ല, 3 സബ്ഷെല്ലുണ്ട്. ടോട്ടൽ 6 ഇലക്ട്രോൺ ഫില്ല് ചെയ്യാൻ പറ്റൂല. 3 സബ്ഷെല്ലുണ്ട്. 3 സബ്ഷെല്ല്. MLന്റെ വാല്യൂ വേരി ചെയ്യുന്നത് എങ്ങനെയാ? -L to +L ആണ്. ഇവിടെ P ആയതുകൊണ്ട് L ഈക്വൽ ടു 1 ആണ്. then -1 0 1 കിട്ടും MLന്റെ വാല്യൂ. അത് നമ്മൾ ഇവിടെ കൊടുക്കുക, -1 0 1.
നമുക്ക് നേരത്തെ അവിടെ പ്രീവിയസ് കേസിൽ ഫുള്ള് 0 മാത്രമേ ഉള്ളൂ. mlന്റെ വാല്യൂ 0 എന്ന് മാത്രമേ ഉള്ളൂ. s ഈക്വൽ ടു 0 കറസ്പോണ്ടിങ് എസിന് കറസ്പോണ്ടിങ് ആയ l ഈക്വൽ ടു 0 അല്ലേ? അതിന് ml വാല്യൂ 0 മാത്രമേ ഉള്ളൂ. ഇവിടെ 0. പ്രീവിയസ് കേസിലും ml വാല്യൂ 0 മാത്രമേ വരുള്ളൂ. ഓക്കെ, ഇവിടെ -1 0 1 np1 കോൺഫിഗറേഷൻ ആണ്. ഇതിൽ മാത്രം ഫില്ല് ചെയ്യും. മിനിമം എനർജിയിൽ മാത്രം, മിനിമം ml വാല്യൂയിൽ മാത്രം ഫില്ല് ചെയ്യും. ദെൻ ml ഈക്വൽ ടു -1 വേറെ ഒന്നുമില്ല. l ഈക്വൽ ടു സമ്മേഷൻ ഓവർ ml മോഡ് വിച്ച് ഈസ് ഈക്വൽ ടു 1 കിട്ടും. ms ഈക്വൽ ടു 1, ഇവിടെ 1/2 മാത്രം. Then l ഈക്വൽ ടു s ഈക്വൽ ടു സമ്മേഷൻ ഓവർ ms which is equal to 1/2. j ഈക്വൽ ടു മോഡ് l plus s2 മോഡ് l minus s which is equal to 1 plus 1/2 to 1 minus 1/2. That is 3/2 1/2. ഇത് ലെസ് ദാൻ ഹാഫ് ഫിൽഡ് ആണ്. അപ്പോൾ ലോവർ ജെ വാല്യൂ എടുക്കണം. ദെൻ നിങ്ങൾക്ക് ഗ്രൗണ്ട് സ്റ്റേറ്റ് സ്പെക്ട്രൽ ടൈം 2s plus 1 lj ഈക്വൽ ടു s 2 ആണ്. അപ്പൊ 2s plus 1 എന്ന് പറഞ്ഞാൽ 2 കിട്ടും. l ഇവിടെ 1 ആണ്. ദെൻ p ആയിരിക്കും. j ഈക്വൽ ടു 1/2 2p 1/2 2p ഹാഫ്. ഇതാണ് ഡബിളറ്റ് p ഹാഫ്. ഇതാണ് ഉത്തരം 2p ഹാഫ്. അടുത്തത് നിങ്ങൾ എഴുതി പോണില്ലേ? എഴുതി പോണേ. സാർ ആ പ്രീവിയസ് പേജ് ഒന്ന് എടുക്കുള്ളൂ. np1 ആണോ സാർ? അല്ല, ആ 2p 3/2 എന്താ വരത്തെന്ന് പറയോ? അത് ലെസ് ദാൻ ഹാഫ് ഫീൽഡ് അല്ലേ? അവിടെ നമ്മൾ ലെസ് ദാനും ഗ്രേറ്റർ ദാനും നോക്കണം. ലെസ് ദാൻ ഹാഫ് ഫീൽഡ് ആണെങ്കിൽ ലോവർ ജെ വാല്യൂ. ഓക്കെ സാർ. അടുത്തത് np2 സബ്ഷെല്ല് വരയ്ക്കുക. പിക്ക് 3 സബ്ഷെല്ല് ഉണ്ടാവും. ഇവിടെ p2 കോൺഫിഗറേഷൻ ആണ്. 2 എണ്ണം ഫില്ല് ചെയ്യും. ഈ സബ്ഷെല്ലിന്റെ ml വാല്യൂ -1 0 1. ദെൻ നിങ്ങളിവിടെ സൈഡിലൊന്ന് എഴുതി വെച്ചാൽ മതി. ml ഈക്വൽ ടു -1 0. l ഈക്വൽ ടു സമ്മേഷൻ ഓവർ ml മോഡ് ഈക്വൽ ടു സമ്മേഷൻ ഓവർ -1 1 കിട്ടും. ms ഈക്വൽ ടു ഫസ്റ്റില് അപ്സ്റ്റേറ്റ്, സെക്കൻഡിലും അപ്സ്റ്റേറ്റ്. s ഈക്വൽ ടു സമ്മേഷൻ ഓവർ ms 1/2 പ്ലസ് 1/2 1 കിട്ടും. ദെൻ ഇനി j അല്ലേ കണ്ടെത്തേണ്ടത്. j ഈക്വൽ ടു മോഡ് l പ്ലസ് s ടു മോഡ് l മൈനസ് s. അപ്പം ഇവിടെ 2 1 0 എന്ന് കിട്ടും. Then 2 1 0. Then ഇവിടെ ലെസ് ദാൻ ഹാഫ് ഫിൽഡ് ആണ്. അപ്പൊ ലോവർ ജെ വാല്യൂ എടുക്കണം. ഇവിടെ 2s plus 1 ഈക്വൽ ടു 3 എന്ന് കിട്ടും. ട്രിപ്ലറ്റ്. ഇവിടെ l ഈക്വൽ ടു 1 ആണ്. p വരും. ജെയുടെ മിനിമം വാല്യൂ എടുക്കണം 3p0. ഇതാണ് ഗ്രൗണ്ട് സ്റ്റേറ്റ് 3p0. Then np3 നിങ്ങൾ ചെയ്തിട്ട് ഉത്തരം പറയുക. np3 കോൺഫിഗറേഷന്റെ ഗ്രൗണ്ട് സ്റ്റേറ്റ്. നമുക്കേ നിങ്ങൾക്ക് ഈ മെത്തേഡ് പറ്റില്ലെങ്കിലേ നമ്മൾ പ്രീവിയസ് ചെയ്ത മെത്തേഡ് ഉപയോഗിക്കാം. പക്ഷെ എന്താ പ്രശ്നം എന്ന് വെച്ചാലേ 3 ഇലക്ട്രോൺ വരുന്ന കേസൊക്കെ വരുമ്പം കുറേ വരും. അങ്ങനെ കുറേ ടേംസ് വരും. ഇവിടെ ഇത് മാത്രമല്ല 15 എൽ വാല്യൂസ് ഉണ്ട്. 15 എൽ വാല്യൂസ്, അങ്ങനെ 15 ടേംസ് വരും.
ചെയ്യാൻ പാടാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ ഇപ്പൊ പറഞ്ഞ മെത്തേഡ് ചെയ്യാം, ഇഷ്ടമുള്ള മെത്തേഡ് ചെയ്യാം. ഓക്കെ, NP3 ചെയ്തിട്ട് ഉത്തരം പറ. S3 ആയതൊന്നും കൂടി പറയാം. S3 ആയതോ? ഇതിന് മുമ്പത്ത് അതായത് സ്പിന്ന് 3 ആയതാ. അത് എവിടെയായിരുന്നു? ഇതിന്റെ ശേഷമുള്ള അതല്ല ഇപ്പൊ ലാസ്റ്റ് എഴുതിയില്ലേ NP2 എന്ന് പറഞ്ഞാൽ അതിൽ S3 ആയോ? ഇതിന് മുമ്പത്തെ പേജ്. അത് S അല്ല, മൾട്ടിപ്ലിസിറ്റി നോക്കിയതാ. 2s+1 = 3. മൾട്ടിപ്ലിസിറ്റി നോക്കിയതാ. നമ്മള് സ്പെക്ട്രൽ ടൈം എഴുതുന്നത് എങ്ങനെയാ? മൾട്ടിപ്ലിസിറ്റി LJ ആണ്. മൾട്ടിപ്ലിസിറ്റി എന്ന് പറഞ്ഞാൽ 2s+1. അത് ഞാൻ ചെയ്ത് നോക്കിയതാ. S1 തന്നെയാണ്. S1 ആണ്. S1 ഇട്ട് കൊടുക്കുമ്പോ നമുക്ക് മൾട്ടിപ്ലിസിറ്റി 3 കിട്ടും. ഈ കേസില് ഈ ട്രിക്ക് പറഞ്ഞതിൽ ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കട്ടോ. ഡൗട്ട് ഒന്നും ഇല്ലെങ്കിൽ ഇതിന്റെ ഉത്തരം പറയാം. മുമ്പത്തെ പേജ് ഒന്ന് പോയി എടുക്കോ? ഇതില് ഇതെങ്ങനെ ലെസ് ദാൻ ഹാഫ് ഫീൽഡ് ആയതുകൊണ്ടല്ലേ 3p0 ആണ്. NP3 ആരെങ്കിലും ചെയ്തു കഴിഞ്ഞോ? p1/2 NP3 4s3/2. എങ്ങനെയാ ചെയ്യുക നോക്കാം. NP3 P ആണ്. ഷെല്ലില് 3 സബ് ഷെല്ല് ഉണ്ടാവും. L = 1 ആണ്. Then ML ന്റെ വാല്യൂ വേരീസ് ഫ്രം -1 to +1. അപ്പം -1 0 1. ML എടുക്കണം. അല്ല, ഇനി P3 കോൺഫിഗറേഷൻ 3 ഇലക്ട്രോൺ ഫില്ല് ചെയ്യണം. നമ്മൾ അപ് സ്പിൻ കഴിഞ്ഞിട്ട് ഡൗൺ സ്പിൻ ചെയ്യുള്ളൂ കേട്ടോ. അപ് സ്പിൻ ആദ്യം ചെയ്യും, പിന്നെ ഡൗൺ സ്പിൻ ചെയ്യും. അങ്ങനെയാണ്. ML = ഇവിടെ എന്ത് വരും? -1 വരും, ഇവിടെ 0 വരും, ഇവിടെ 1 വരും. Then L = summation over ML mode, which is equal to -1 + 0 + 1. That is 0 എന്ന് കിട്ടും. MS = ഇവിടെ അപ് സ്പിൻ, ഇവിടെ അപ് സ്പിൻ, ഇവിടെയും അപ് സ്പിൻ. S = summation over MS എന്ന് കിട്ടും, which is equal to 1/2 + 1/2 + 1/2 = 3/2 എന്ന് കിട്ടും. അവിടെ 3/2 ആണേ, എനിക്ക് എഴുതാൻ പറ്റില്ല. 3/2. Then J = mod L + S to mod L - S. ഇവിടെ ആകെ L 0 ആയതുകൊണ്ട് ആകെ 3/2 മാത്രമേ വരുള്ളൂ. Then നമ്മുടെ സ്പെക്ട്രൽ ടൈം, ഗ്രൗണ്ട് സ്റ്റേറ്റ് സ്പെക്ട്രൽ ടൈം = 2s + 1.
2s+1 ഇവിടെ എന്ത് കിട്ടും? s ഈക്വൽ ടു 3/2 ആണ്. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ 4 കിട്ടും. 4s 3/2 ഇതാണ് ഉത്തരം. ക്ലിയർ ആയോ? ഇതിൽ ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ഇനി? ഇവിടെ എസ് വന്നത് എങ്ങനെയാ? എസ് വന്നത് നമുക്കിവിടെ 3 അപ് സ്പിൻ അല്ലേ, അപ്പൊ ന്റെ വാല്യൂ 1/2 1/2 1/2 എന്ന് കിട്ടും. അല്ല, ഇത് സ്പെക്ട്രൽ ടേം എടുക്കുന്ന സമയത്ത് എസ് ആ, അത് L ഈക്വൽ ടു 0 അല്ലേ? ഓക്കെ ഓക്കെ. L ഈക്വൽ ടു 0 ആയതുകൊണ്ട് S ഈക്വൽ സ്പെക്ട്രൽ ടൈം S വരും. ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇനി അടുത്തത് NP4 കോൺഫിഗറേഷൻ. P ആണ്. നമുക്ക് 3 സബ്ഷെല്ലുണ്ട്. -1 0 1. ഇങ്ങനെയായിരിക്കും NP4 കോൺഫിഗറേഷൻ. നിങ്ങൾ ഫില്ല് ചെയ്ത് ഫുള്ളി ഫിൽഡ് സബ്ഷെല്ല് എടുക്കരുത്. ഫുള്ളി ഫിൽഡ് സബ്ഷെല്ല് എടുക്കരുത്. Then ML ഈക്വൽ ടു ഇത് എടുക്കരുത് 0 1. L ഈക്വൽ ടു സമ്മേഷൻ ഓവർ ML മോഡ് ML which is equal to 1 കിട്ടും. MS ഫുള്ളി ഫിൽഡ് എടുക്കേണ്ട ആവശ്യമില്ല. 1/2 1/2. S ഈക്വൽ ടു സമ്മേഷൻ ഓവർ മോഡ് MS which is equal to 1 കിട്ടും. J ഈക്വൽ ടു മോഡ് L പ്ലസ് S ടു മോഡ് L മൈനസ് S. It is equal to mod L plus S to mod L minus 1 210 എന്ന് കിട്ടും. ഇവിടെ മോർ ദാൻ ഹാഫ് ഫിൽഡ് ആണ്. ദെൻ സ്പെക്ട്രൽ ടൈം എന്ത് വരും? 2s+1 LJ. 2s+1 ഇവിടെ 3 വരും, ഇവിടെ L P വരും. J എന്ന് പറഞ്ഞാൽ മോർ ദാൻ ഹാഫ് ഫിൽഡ് ആയതുകൊണ്ട് ഹയർ J വാല്യൂ 3p2. ഇതാണ് ഗ്രൗണ്ട് സ്റ്റേറ്റ്. രണ്ട് കാര്യങ്ങൾ ഇവിടെ ശ്രദ്ധിക്കണം. മോർ ദാൻ ഹാഫ് ഫിൽഡ് ആണ്, അപ്പൊ ഹയർ J വാല്യൂ എടുക്കണം. പിന്നെ നിങ്ങളുടെ സബ്ഷെല്ല് ഫിൽഡ് ആണെങ്കിൽ ആ സബ്ഷെല്ല് എടുക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, എന്നാ നിങ്ങൾക്ക് ഒരു പ്രോബ്ലം തരാം. D3 കോൺഫിഗറേഷൻ. D3 കോൺഫിഗറേഷന്റെ ഗ്രൗണ്ട് സ്റ്റേറ്റ് കണ്ടെത്തണം. D3 കോൺഫിഗറേഷൻ ചെയ്തിട്ട് ഉത്തരം പറയട്ടോ. നിങ്ങൾ ആദ്യം എന്ത് ചെയ്യണം? സബ്ഷെല്ല് വരയ്ക്കണം. ഇവിടെ L ഈക്വൽ ടു 2 ആണ്. അപ്പൊ ML ന്റെ വാല്യൂ എവിടെ മുതൽ എവിടം വരെ വേരി ചെയ്യും? -2 ടു +2 വരെ വേരി ചെയ്യും. സബ്ഷെല്ല് വരയ്ക്കുമ്പോൾ ഡിക്ക് 5 സബ്ഷെല്ലുണ്ട്. 1 4 5. അതിന്റെ ഓരോന്നിനും ML വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ -2 -1 0 1 2. ML എഴുതുക, MS എഴുതുക, L കണ്ടെത്തുക, S കണ്ടെത്തുക, J കണ്ടെത്തുക, ഗ്രൗണ്ട് സ്റ്റേറ്റ് എഴുതുക. ചെയ്തിട്ട് ഉത്തരം പറ. D3 കോൺഫിഗറേഷൻ. ഈ D3 കോൺഫിഗറേഷൻ ഒക്കെ നമ്മൾ പഴയ മെത്തേഡ് ചെയ്യാൻ പോയാലേ കുറെ ടൈംസ് വരും. 15 L വാല്യൂസ് വരും. നല്ല പാടാ. അതുകൊണ്ട് നമുക്ക് ഈ മെത്തേഡ് ഉപയോഗിച്ചാൽ മതി. അവിടെ
ഇഫ് നിങ്ങൾക്ക് ഈ മെത്തേഡ് ഒട്ടും മനസ്സിലാകുന്നില്ലെങ്കിൽ പഴയ മെത്തേഡ് തന്നെ ചെയ്യാം കേട്ടോ. D3 ഒക്കെ വരുമ്പോൾ പാടാവുന്നേ ഉള്ളൂ. 2 ഇലക്ട്രോൺ സിസ്റ്റവും 1 ഇലക്ട്രോൺ സിസ്റ്റവും ആണെങ്കിൽ എളുപ്പമായിരിക്കും. ഇനി സ്പെക്ട്രൽ ടൈം മനസ്സിലാകാത്ത ആരെങ്കിലും ഉണ്ടോ സ്പെക്ട്രൽ ടൈം എഴുതാൻ? ഈ ട്രിക്ക് മനസ്സിലായില്ലെങ്കിലും മറ്റേതെങ്കിലും മനസ്സിലാക്കണം. മറ്റേത് എന്തായാലും മനസ്സിലാക്കണം. ഇതിന്റെ ഉത്തരം കിട്ടിയെങ്കിൽ പറയൂ. സർ ആ എന്ത് ഡി 4f3/2 ആണോ വരുന്നത്? D3 4f 3/2 എഫ് അല്ലേ? ആ 4f 3/2 ഉത്തരം. ഈ പ്രോബ്ലം ആർക്കെങ്കിലും ചെയ്തു തരേണ്ട ആവശ്യമുണ്ടോ? ചെയ്തു തരണമെങ്കിൽ ചോദിച്ചാൽ മതി. 4f 3/2 എന്ന് ഉത്തരം കിട്ടും. ഇനി നമ്മൾ ഇപ്പൊ കണ്ടതെല്ലാം ഇക്വാലന്റ് ഇലക്ട്രോൺ ആണ്. ഇനി നോൺ ഇക്വാലന്റ് ഇലക്ട്രോൺ വന്നാൽ എങ്ങനെ ചെയ്യും നോക്കാം. യെസ് സർ ഒരു സംശയം. ആ സർ പ്രീവിയസ് ക്വസ്റ്റ്യനിലെ L3-ഉം S3/2 അല്ല വന്നത്? ഈ ക്വസ്റ്റ്യനില്ല. ആ D3 അല്ലേ? 1 1 1 ml equal to -2 -1 0 L equal to 3 S equal to 1/2 1/2 1/2 3/2 ഇങ്ങനെ വന്നേ. L equal to 3 S equal to 3/2 J equal to 3 plus 3/2 to 3 minus 3/2 എന്ന് കിട്ടും. അപ്പൊ സർ ജെയുടെ മിനിമം വാല്യൂ 1/2 അല്ലേ വരും? ഒരു മിനിറ്റ് നോക്കട്ടെ. 9/2 വരും. അല്ല 3/2 വരിക. 3 minus 3/2 3/2 ആ. 9/2 to 3/2. അപ്പം J വാല്യൂ 9/2 7/2 5/2 3/2 ആയിരിക്കും. ഓക്കെ. ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ഇത് ചെയ്യാൻ? ഇപ്പൊ നമ്മളിവിടെ J വാല്യൂ കണ്ടെത്തി. J 3/2 അല്ല, ഇത് ലെസ് ദാൻ ഹാഫ് ഫിൽഡ് ആണ്. അപ്പൊ ലോവർ J വാല്യൂ എടുക്കണം. 2s plus 1 LJ ചെയ്യുമ്പോൾ S 3/2 ആണ്. അപ്പൊ 2s plus 1 4 വരും. L 3 ആണ്. അപ്പൊ നമ്മുടെ ഷെൽ F ആണ്. J 3/2 4f 3/2.
നമ്മളിപ്പോ കണ്ടത് ഈക്വലന്റ് ഇലക്ട്രോൺ കോൺഫിഗറേഷൻ ആണ്, P2, S2, D3 അതൊക്കെ. ഇനി നോൺ ഈക്വലന്റ് ഇലക്ട്രോൺ കോൺഫിഗറേഷൻ S1, P1 വന്നാൽ രണ്ട് ഷെല്ല് വരയ്ക്കുക, എസും പിയും. പിക്ക് 3 സബ് ഷെല്ലുണ്ട്, എസിനാകെ ഒരെണ്ണേ ഉള്ളൂ. ML വാല്യൂ ആണെങ്കിൽ ഒന്ന് ചെറുതായിട്ട് അവിടെ എഴുതി വയ്ക്കുക, ML 0, -1, 0, 1. S1, P1 ആണ്, ഇവിടെ ഒരെണ്ണം, ഇവിടെ ഒരെണ്ണം. ML വാല്യൂസ് എന്ത് കിട്ടും? ഇവിടെ ML വാല്യൂ 0, ഇവിടെ -1. L equal to summation over ML, mod ML, which is equal to 1 കിട്ടും. ഇത് 1 ആണ്. MS എന്ത് കിട്ടും? ഇവിടെ 1/2, ഇവിടെ 1/2. S equal to summation over MS, which is equal to 1/2 plus 1/2, 1. J എന്ത് കിട്ടും? J equal to mod 1 plus 1 to mod 1 minus 1, which is equal to 2, 0 എന്ന് കിട്ടും. ഇത് ലെസ് ദാൻ ഹാഫ് ഫിൽഡ് ആണ്. ഞാൻ പറഞ്ഞായിരുന്നു ഏതെങ്കിലും ഒരെണ്ണം ഗ്രേറ്റർ ദാൻ ഹാഫ് ഫിൽഡ് ആണെങ്കിൽ നിങ്ങൾ ഗ്രേറ്റർ J വാല്യൂ എടുക്കണം. ഇതിൽ രണ്ടും ലെസ് ദാൻ ഹാഫ് ഫിൽഡ് ആയതുകൊണ്ട് ലോവർ J വാല്യൂ എടുക്കണം. Then spectral time equal to 2s plus 1 Lj, which is equal to 2s plus 1, 3 കിട്ടും. L 1 ആണ്, അതായത് P, J 0, 3P 0. ഇതാണ് അതിന്റെ ഗ്രൗണ്ട് സ്റ്റേറ്റ്. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ഇതില്? ഡിഫറെന്റ് കോൺഫിഗറേഷൻ, നോൺ ഈക്വലന്റ് വന്നാലേ 2 ഷെല്ല് വരയ്ക്കണമെന്നേ ഉള്ളൂ, ബാക്കിയൊക്കെ അതേപോലെ തന്നെ. ഒരു ചോദ്യം ചെയ്തോ, ഫൈൻഡ് ദ ഗ്രൗണ്ട് സ്റ്റേറ്റ് സ്പെക്ട്രൽ ടേം ഓഫ് chromium 2448. Find the ground state spectral time of chromium 2448. ഇത് എഴുതുമ്പോൾ പിന്നെ വേറൊരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, നിങ്ങളുടെ സബ് ഷെല്ല് കംപ്ലീറ്റ്ലി ഫിൽഡ് ആണെങ്കിൽ അത് എടുക്കരുത് കേട്ടോ. സബ് ഷെല്ല് കംപ്ലീറ്റ്ലി ഫിൽഡ് ആണെങ്കിൽ അത് എടുക്കരുത്. ക്രോമിയത്തിന്റെ കോൺഫിഗറേഷൻ എങ്ങനെയാ? 1s, 2s, 2p, 3s, 3p, 3d, 4s, 4p. എങ്ങനെയാ വരിക? ആദ്യം 1s, 2s, 2p, 3s, 3p, 4s, 3d, etc. 3d കഴിഞ്ഞാൽ 4p ആണ്, 4p കഴിഞ്ഞാൽ 5s ആണ്. ഞാൻ ഫില്ല് ചെയ്യാൻ പോവാണ്. 2, 2, 6, 2, 6. ഇപ്പൊ എത്രയായി? ഇത് 10 ആയി, ഇത് 16 ആയി, 20 ആയി. ഇനി 24 ഉള്ളൂ, 3d4. ഇതൊന്നും വേണ്ട. പക്ഷേ ക്രോമിയത്തിന്റെ ഫൈനലി ലാസ്റ്റ് 2 എടുത്തേ, 4s, 3d4. ഇങ്ങനെ ആയിരിക്കില്ല. അത് നമ്മൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. ക്രോമിയത്തിന് സ്പെഷ്യൽ കോൺഫിഗറേഷൻ ആണ്. എന്ത് പറ്റുമെന്ന് വെച്ചാൽ ഈ എസ് ഒരെണ്ണം ഡിയിലേക്ക് കൊടുക്കും, എന്നിട്ട് ഹാഫ് ഫിൽഡ് ആയിട്ട് നിൽക്കും. 4s1, 3d5 ആണ് ക്രോമിയത്തിന്റെ ഗ്രൗണ്ട് സ്പെക്ട്രൽ ടൈം. സോറി, സ്പെക്ട്രൽ ടൈം അല്ല, ഷെൽ കോൺഫിഗറേഷൻ. ഷെൽ കോൺഫിഗറേഷൻ
ഈ പ്രോബ്ലം ചോദിച്ചാൽ നിങ്ങൾ ഇത് അറിഞ്ഞിരിക്കണം. നമ്മൾ ചെറുപ്പത്തിൽ കണ്ടെത്തുന്നതാണ്. ഈ എസ് എന്നൊരു ഇലക്ട്രോൺ ഡിയിലേക്ക് കൊടുക്കും, അപ്പം രണ്ടും ഹാഫ് ഫിൽഡ് ആവും, മോർ സ്റ്റേബിൾ ആവും. ഇതാണ് അതിന്റെ ഷെൽ കോൺഫിഗറേഷൻ. ഈ ഷെൽ കോൺഫിഗറേഷന് നിങ്ങൾ ഗ്രൗണ്ട് സ്റ്റേറ്റ് സ്പെക്ട്രൽ ടൈം എഴുതണം. ചെയ്തിട്ട് ഉത്തരം പറ. ഇനി ആർക്കെങ്കിലും സ്പെക്ട്രൽ ടൈം എഴുതുന്നത് അറിയാത്തതുണ്ടോ? ചെയ്യാൻ എന്തെങ്കിലും എവിടെയെങ്കിലും ചെയ്യാൻ പറ്റാതെ നിന്നു പോകുന്ന അങ്ങനെ ഏതെങ്കിലും സ്റ്റെപ്പ് ഉണ്ടെങ്കിൽ പറയുന്നുണ്ടോ? ഈ സ്പെക്ട്രൽ ടൈം ഇമ്പോർട്ടന്റ് ആണ്, ഇത് ചോദിക്കും. സ്പെക്ട്രോസ്കോപ്പിന്ന് ചോദിക്കുന്ന മെയിൻ ടോപ്പിക് ഇതാ. ക്രോമിയം മാത്രമല്ലല്ലോ, മറ്റൊരു ആറ്റം കൂടി ഇങ്ങനൊരു ഇത് കാണിക്കില്ലേ? കോപ്പർ. കോപ്പർ 2958 ആണ്. അതെങ്ങനെ വരിക? 1s2 2s2 2p6 3s2 3p6 4s2 3d9. നമ്മളങ്ങനെ എഴുതി പോവാണെങ്കിൽ ഇങ്ങനെ വരും. ഇപ്പോഴാണ് 29 ആയത്. ഈ ലാസ്റ്റ് രണ്ടെണ്ണം 4s2 3d9 ഇതിങ്ങനെ ആയിരിക്കില്ല. ഈ 2 പറഞ്ഞെടുത്ത് ഡിക്ക് കൊടുക്കും, അങ്ങനെ ഡി കംപ്ലീറ്റ്ലി ഫിൽഡ് ആവും. ഇത് എക്സിസ്റ്റ് ചെയ്യുന്നത് 4s1 3d10ലാണ്. ഇതിന്റെ ചെയ്യാൻ എളുപ്പമാണ്, കാരണം ഈ 3D ഫുള്ള് ഫിൽ ആയതുകൊണ്ട് ഇത് എടുക്കേണ്ട ആവശ്യമില്ല. S1ന്റെ ചെയ്താൽ മതി. S1ന്റെ നമ്മൾ കുറച്ചു മുമ്പ് ചെയ്തു വെച്ചായിരുന്നു. എന്തായിരുന്നു? 2s ഹാഫ് ആണ്. കോപ്പറിന്റെയും ഗ്രൗണ്ട് സ്റ്റേറ്റ് സ്പെക്ട്രൽ ടൈം 2s ഹാഫ് ആണ്. നമ്മൾ നേരത്തെ S1 ചെയ്തതല്ലേ, അപ്പൊ നമുക്ക് 2s ഹാഫിനാണ് കിട്ടിയത്. ഓക്കെ, മറ്റേതിന്റെ ഉത്തരം പറ ആരെങ്കിലും ചെയ്ത് കഴിഞ്ഞെങ്കിൽ. കോപ്പറും ക്രോമിയം ഒന്ന് ഓർത്തിരിക്കണേ. അതിന്റെ ആ ഷെൽ കോൺഫിഗറേഷൻ ക്രോമിയം ഫോറസ്റ്റ് അല്ലല്ലോ. സെവൻ എസ് 3 കിട്ടുക. സ്പിൻ എടുത്തത് തെറ്റിപ്പോയില്ലെന്ന് നോക്കിയേ. സ്പിന്ന് 3 കിട്ടില്ലേ? 2s + 1 = 7. ഓക്കെ. ഇനി ഇതിൽ ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? നിങ്ങൾക്ക് ഇതിന് 3.5 മാർക്കിൽ ചോദിക്കുന്നതാണ്. എളുപ്പമല്ലേ? ഇനി ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിൽക്കാം, ഇല്ലെങ്കിൽ അടുത്ത ക്ലാസ് ഇനി 8:15 കഴിഞ്ഞു, 9 മണിക്കാണ്. ഡൗട്ട് ഉള്ളവർക്ക് നിൽക്കാം. അടുത്ത ക്ലാസ് നമ്മൾ 9 മണിക്ക് ഇതിന്റെ ബാക്കി പറയും. സാർ എന്തുകൊണ്ട് നമ്മൾ ഫുള്ളി ഫില്ലഡ് എടുക്കാത്തത്? ഏത്? നമ്മുടെ ഫുള്ളി ഫില്ലഡ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്തുകൊണ്ട് എടുക്കാത്തത്? ഫുള്ളി ഫിൽഡ് ഇലക്ട്രോൺ കോൺഫിഗറേഷൻ എടുക്കാത്ത എന്താന്ന് വെച്ചാല് ML എടുക്കുമ്പോൾ
ML എടുക്കുമ്പോൾ ഇത് ഫുള്ള് 0 ആയി പോകും. അതുകൊണ്ടാണ് 1 2 3 4 5 ഇവിടെ ML എടുക്കുമ്പോഴേ ഇത് +or-1 അല്ലേ? ഇവിടെ 1ഉം വരും, അതിന്റെ ഓപ്പോസിറ്റ് പൊളാരിറ്റിയും വരും, -1ഉം വരും ഓരോന്നിലും. ഇവിടെ 1 -1, ഇവിടെ 1 -1, ഇവിടെ 1 -1 അങ്ങനെ വരും. അങ്ങനെ വരുമ്പോൾ ഇത് 0 ആയി പോകും. സ്പിൻ എടുത്താലും അത് 0 ആയിരിക്കും. +12 -12 +12 -12 അങ്ങനെ സ്പിൻ എടുക്കുമ്പോഴും അത് 0 ആയി പോകും. ഇത് ഫുള്ള് 0 ആയിരിക്കും. അതുകൊണ്ടാണ് ML MS 0 ആയി പോകും ഫുള്ളി ഫിൽഡ് കോൺഫിഗറേഷനിൽ. സ്പിൻ അപ്പിന് നമ്മൾ ML 1 എടുത്താൽ സ്പിൻ ഡൗണിന് -1 എടുക്കണം. MS ഹാഫ് എടുത്താലും സ്പിൻ ഡൗണിന് -12 എടുക്കണം. അങ്ങനെ ഇത് മുഴുവൻ ആഡ് ചെയ്യുമ്പോൾ ML MS ഫിൽഡ് കോൺഫിഗറേഷന്റെ 0 ആയി പോകും. അങ്ങനെയാണ് നമുക്ക് ഫിൽഡ് കോൺഫിഗറേഷൻ ആണെങ്കിൽ ഗ്രൗണ്ട് സ്റ്റേറ്റ് സ്പെക്ട്രൽ ടൈം എപ്പോഴും 1s0 ആയിരിക്കും. കാരണം എന്താ, ഇവിടെ S 0 ആയതുകൊണ്ട് 2s+1 എന്ന് പറയുന്നത് 1 ആണ്. L 0 ആയതുകൊണ്ട് S = 0 ആണ്. J എന്ത് വരും? L + S to L - S, അതും 0 വരും. അതുകൊണ്ടാണ് 1s0 എന്ന് പറഞ്ഞത്. അത് എല്ലാ കോൺഫിഗറേഷനും P6 ആണെങ്കിലും D10 ആണെങ്കിലും S2 ആണെങ്കിലും അങ്ങനെ. സർ ലാസ്റ്റിന്റെ ആൻസർ എന്തായിരുന്നു? 7s3 കിട്ടിയായിരുന്നോ? സർ എസ് അവിടെ എങ്ങനെയാ വന്നത്? അയ്യോ എസ് അല്ല, അല്ല എസ് ആണ്. L = 0 എന്നാ കിട്ടുക. അതായത് അത് ഈ L വാല്യൂ എടുക്കുന്ന ഓരോ ഇതിന് മുമ്പ് തെറ്റിച്ചോ അല്ലേ? L വാല്യൂ എടുക്കുന്നത് നമുക്ക് കിട്ടുന്ന എല്ലാണ് എടുക്കണ്ടേ. അതെനിക്ക് ചെറിയ കൺഫ്യൂഷൻ ആണ്. ഇനി ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോ, അല്ലെങ്കിൽ 9 മണി. ക്രോമിയത്തിന്റെ കേസ് പറഞ്ഞല്ലോ, അതൊന്നുകൂടെ ഒന്ന് റിപ്പീറ്റ് ചെയ്യാവോ? ക്രോമിയല്ലേ നമ്മൾ ചെയ്തത്? അതൊന്നുകൂടെ പറയാമോ? ക്രോമിയത്തിന്റെ ഷെൽ കോൺഫിഗറേഷൻ അതറിയാലോ? 4s1 3d5 അതായത് 4s2 3d4. 4s2 3 നമ്മൾ വെറുതെ എഴുതുമ്പോൾ 4s2 3d4 എന്ന് കിട്ടും. ബട്ട് ക്രോമിയം എക്സിസ്റ്റ് ചെയ്യുന്നത് 4s1 3d5 സ്റ്റേറ്റിലാണ്, ഒരെണ്ണം കൊടുത്തിട്ട്. അതിന്റെ എഴുതുമ്പോ 1 2 3 4 5 ML S ന്റെ ഇല്ല സർ, അപ്പൊ 3D ഇപ്പൊ ഫുൾ ഫിൽഡ് ആണെങ്കിൽ എടുക്കണ്ടെന്ന് പറഞ്ഞില്ലേ? 3D ഹാഫ് ഫിൽഡ് ആണെങ്കിൽ, ഹാഫ് ഫിൽഡ് അല്ല ഫുൾ ഫിൽഡ് ആണെങ്കിൽ എടുക്കണ്ടെന്ന് ഞാൻ പറഞ്ഞത്. അങ്ങനെയാണല്ലേ? ഓക്കെ മറ്റേ അത് ഞാൻ ഹാഫ് ഫിൽഡ് എടുക്കാം. ഞാനത് പറഞ്ഞത് ക്രോമിയത്തിന്റെ കേസിലല്ല, കോപ്പറിന്റെ കേസിലാണ്. കോപ്പറിന്റെ കേസിൽ ഫുൾ ഫിൽഡ് ആണ്, അപ്പൊ അത് എടുക്കേണ്ട ആവശ്യമില്ല. ഹാഫ് ഫിൽഡ് ആണെങ്കിൽ നമ്മൾ പഴയ പോലെ തന്നെ ചെയ്യണം. അങ്ങനെ തന്നെ ചെയ്യണം. ഓക്കെ. ബാസ്റ്റ് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഓക്കെ 9 മണി.